നന്ദി കർത്ത നന്ദി കർത്താവ് എന്ന് പ്രാർത്ഥിച്ച ബ്രദറിനെ കുടുംബത്തെ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. നമുക്കിന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സകലത്തിലും എല്ലാ മേഖലയിലും സാക്ഷ്യമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവർത്തികളെ ചെയ്യും. വൻ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ കർത്താവ് ശക്തനാണ്. ദൈവത്തിന്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിന്റെ വലിയ മഹത്വത്തിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുവാനിടയായിത്തീരും. ഇന്നും നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണും. ഇന്നും കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കും. കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. സ്വർഗത്തിലെ ദൈവം സമ്മതിക്കത്തില്ല. നമുക്ക് ദൈവസന്നിധിയിൽ സ്തുതിക്കാം. ദൈവസന്നിധിയിൽ നന്ദിയോടെ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. തുടർച്ചയായി നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുന്നു. തുറമാനമായ കർത്താവിൻ്റെ വചനത്തിൽ ശക്തിപ്പെടുന്നു. ഇന്നും നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പിന്നെയും കേൾക്കാം. ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ഇന്നലെ കേട്ട വചന ചിന്ത. ദൈവത്തിന്റെ പ്രസാദമുള്ള വിശ്വസിക്കുന്നതാണ് ദൈവത്തിന്റെ പ്രസാദം. ആമേൻ. നമ്മൾ ഇന്നലെ കേൾക്കാനില്ലേ? വചനത്തിന്റെ പൂർത്തീകരണമാണ്. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു കർത്താവിൻ്റെ പ്രസാദമുള്ള പ്രവൃത്തി. അപ്പം പ്രവൃത്തി വിശ്വാസമാണ്. അപ്പം വിശ്വാസം എന്നത് വചനത്തിൽ യേശു എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ ഒരു മാൾ രൂപമാണ്, മനുഷ്യരൂപമാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പം കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി വചനത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിൽ യേശുവിൽ വിശ്വാസത്താൽ നിങ്ങൾ മുഴുവചനത്തെയും വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതികളെ നിങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിൻ്റെ വചനം കേൾക്കാം. തുടർച്ചയായിട്ട് കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് പോകുന്നു. വലിയ ആലോചനകളെ കർത്താവ് ചെയ്യുന്നു. വലിയ അത്ഭുത സാക്ഷ്യങ്ങൾ. ഇന്നലെ നമ്മൾ രോഗസൗഖ്യത്തെ പറ്റി കേട്ടു. 5-6 വർഷമായിട്ട് സൗകര്യം പറഞ്ഞത് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെയൊക്കെ ചിന്തിക്കുകയാണ്. കാര്യം പലപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്നത് ഇത് പലതിനും ചികിത്സ ജീവിതകാലം മുഴുവൻ മെഡിസിൻ കഴിച്ച് അങ്ങനെ പോകേണ്ട പല രോഗങ്ങളും കർത്താവ് സൗഖ്യമാക്കിയ വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ വലിയ പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ, ഉറപ്പോടെ നിങ്ങളുടെ മനസ്സൊന്ന് റീഫ്രഷ് ചെയ്യുക. ഈ ലോകത്തിൽ നിങ്ങളായിരിക്കുന്ന അസാധ്യങ്ങളെ മറക്കുക. കർത്താവിൻ്റെ സന്നിധിയിലാണ് ഇരിക്കുന്നത്. എന്തും സംഭവിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ സംഭവിക്കുന്ന സമയമാണ്. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സാക്ഷ്യമാക്കി മാറ്റും. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അത്ഭുതമാക്കി മാറ്റും. നമുക്കിന്ന് പ്രാർത്ഥനയോടെ ഒരു വചനം ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ എടുക്കാം. അതിന് മുമ്പാകെ ഞാനൊരു സാക്ഷ്യം നിങ്ങളെ കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രയർ ലൈനിലേക്ക് അയക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ്. ഇന്ന് ഞാൻ നിങ്ങളെ ആ സാക്ഷ്യം ഒന്ന് കേൾപ്പിക്കാം. നിങ്ങൾക്ക് ഓഡിയോ ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് പറയണം. നിങ്ങൾക്കത് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയണം. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഒരു സെക്കൻഡ് ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, എനിക്ക് വന്നത് ആ ടെസ്റ്റ് മോണി കാണുന്നില്ല. ഇപ്പോൾ എടുത്ത് വെച്ചതായിരുന്നത്. ഒരു നിമിഷം നോക്കിയോട്ടെ. ഓക്കെ, നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രതികരിക്കണേ. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ? ഓഡിയോ ക്ലിയർ ആണെങ്കിൽ നിങ്ങളൊരു തംസപ്പ് ജസ്റ്റ് കാണിച്ചാൽ മതി. ക്ലിയർ ആണെങ്കിൽ ഓക്കെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇല്ല, ഞാൻ പ്ലേ ചെയ്തില്ല. കേട്ടോ? ഇപ്പൊ കേട്ടോ? ഓക്കെ, നിങ്ങൾ ജസ്റ്റ് തംസപ്പ് കാണിച്ചാൽ മതി. ഇപ്പോൾ ചിലപ്പോൾ ടൈപ്പ് ചെയ്യാൻ ടൈം എടുക്കുമായിരിക്കും. ഓക്കെ, ഞാൻ കണ്ടു. ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ഓർപ്പിച്ചതിന് നന്ദി. വിശ്വാസ പ്രഖ്യാപനം ഞാനത് പറഞ്ഞില്ല. കർത്താവിൻ്റെ കൃപയാൽ അത് ഓർപ്പിക്കുന്നവർക്ക് നന്ദി പറയും. നിങ്ങൾ കമൻറ്റിൽ ഇപ്പോൾ മെസ്സേജ് അയച്ചു. ഇതിന് ശേഷം നമുക്ക് ആ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചോട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനൊരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വോയിസ് ഇടുന്നത്. ബ്രദർ ഏപ്രിൽ 2 എന്റെ ഭവനത്തെ കുറിച്ച് ഒരു ആലോചന പറഞ്ഞായിരുന്നു. കയറി വരുമ്പോൾ ആർച്ചുള്ളൊരു വീട്.
ഹോളിലേക്ക് വരുമ്പോൾ 2 കുട്ടികളുള്ള ഒരു പിതാവിനെ കാണുന്നു, 2 പെൺകുട്ടികളുടെ പിതാവിനെ പിന്നെ കാണുന്നു. കുടുംബത്തെ ഞാൻ കൂടാതെ കയറി വരുമ്പോൾ ഹോളിലേക്ക് വരുമ്പോൾ 2 കുട്ടികളുള്ള ഒരു പിതാവിനെ കാണുന്നു, 2 പെൺകുട്ടികളുടെ പിതാവിനെ കാണുന്നു. എന്റെ മകൻ 1 വർഷമായിട്ട് ജോലി ചെയ്യാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ആലോചന കേട്ട് 2-ാം തീയതി കേട്ടു. 4-ാം തീയതി എന്റെ മകൻ ഒരു ഇന്റർവ്യൂ കോൾ വന്നു, അതിൽ അറ്റൻഡ് ചെയ്തു. അപ്പൊ അതില് പങ്കെടുത്തു. 10-ാം തീയതി ഓഫർ ലെറ്റർ വന്നു. 29-ാം തീയതി ഇന്ന് ജോലിക്ക് ജോയിൻ ചെയ്തു. അപ്പൊ ഇത് കർത്താവിന്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാനും എന്റെ കുടുംബവും കാണുന്നത്. ഒരിക്കൽ കൂടി കർത്താവിന് മഹത്വം പറഞ്ഞുകൊണ്ട് ആമേൻ. ഇന്ന് നമുക്ക് പ്രയർ ലൈനിലേക്ക് അയക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ്. കഴിഞ്ഞ ഇടയിൽ എനിക്ക് വന്ന സിസ്റ്റർ ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, യൂട്യൂബിലോ മറ്റോ സാക്ഷ്യം കേട്ടതാണ്, സഹോദരി അയച്ചതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് സിസ്റ്റർ പറഞ്ഞത് ആ പ്രവചനം കേട്ടപ്പോൾ വീടിൻ്റെ അടയാളത്തെ കർത്താവ് വെളിപ്പെടുത്തി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ചിന്തിച്ചതുപോലെ ഇത് നടക്കുന്നതാണോ, ഇത് റിയൽ ആണോ, അതോ ചുമ്മാ ഒരു ഡ്രാമയാണോ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ ദൈവ ആ സഹോദരിയെ തൊട്ട് ആ സഹോദരി സാക്ഷ്യം പറയാൻ ഇടയായി തീർന്നു. അപ്പം ആ സഹോദരി പറഞ്ഞ പോലെ യൂട്യൂബിൽ മറ്റാണ് കേട്ടത്. ആ സഹോദരി പറഞ്ഞതുപോലെ തന്നെ വീടിൻ്റെ അടയാളങ്ങളെ കർത്താവ് വെളിപ്പെടുത്തി. വീട്ടിലോട്ട് കയറുന്ന വഴിയിൽ വെച്ച് വീടിൻ്റെ അകത്തോട്ട് കയറുന്ന ആ ഒരു ഷേപ്പ് കർത്താവ് വെളിപ്പെടുത്തി. അതിൻ്റെ മുമ്പിലിരിക്കുന്ന ഫോട്ടോയിലുള്ള ആളെ വെളിപ്പെടുത്തി. ആ ഒരു പല കാര്യങ്ങളും കർത്താവ് വെളിപ്പെടുത്തിയതിന് ശേഷം കർത്താവ് പറഞ്ഞു ആ കുടുംബത്തിൻ്റെ അകത്ത് തലമുറയെ ദൈവം തൊടാൻ വേണ്ടി പോകുന്നു. അവൻ്റെ കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തി. അപ്പോൾ സിസ്റ്റർ പറയാണ് 1 വർഷമായിട്ട് മകന് ജോലി ഇല്ലാതിരിക്കുമായിരുന്നു. 2-ാം തീയതിയാണ് ആലോചന കേൾക്കുന്നത്. ആ ആലോചന കേട്ട് സ്വീകരിച്ച നിമിഷം തന്നെ 4-ാം തീയതി 2 ദിവസം കഴിഞ്ഞപ്പോൾ മകനൊരു ഇൻ്റർവ്യൂ വന്നു, ഞാനൊരു ജോലി ലഭിച്ചു. ഇന്ന് അതിൻ്റെ സാക്ഷ്യമാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ നിങ്ങൾ ഇരിക്കും ബ്രദറെ, ഈ ജോലി കിട്ടിയതും സാക്ഷ്യമായതും ഒക്കെയാണോ വലിയ കാര്യം എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ 1 വർഷമായിട്ട് ആ മകന് ജോലിയില്ല. അപ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞു, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാത്ത ചില കാരണങ്ങൾ, ചില തടസ്സങ്ങൾക്കുണ്ട്. ചില വിഷയങ്ങൾ നടക്കാത്തതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. അവിടെ നോക്കി ആ സഹോദരി പറഞ്ഞു അങ്ങനെ ജോലി ഇല്ലാതിരിക്കുന്നു, 1 വർഷമായിട്ട് അവൻ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. പക്ഷെ ആലോചന കേട്ട് ആ കുടുംബത്തെ അടയാളത്തെ കർത്താവ് വെളിപ്പെടുത്തി. ആ ആലോചനയിലൂടെ ദൈവം ആ അനുഗ്രഹത്തെ തുറന്നു. അപ്പം ഈ പ്രവാചക ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? ആ വീടിനെ ലൊക്കേറ്റ് ചെയ്തു. ആ വീടിലെ അടയാളങ്ങളെ കർത്താവ് വെളിപ്പെടുത്തി. ആ കുടുംബത്തിൻ്റെ അകത്ത് അവരായിരിക്കുന്ന തടസ്സം എന്താണോ, ആ തലമുറയെ ചിലപ്പം ജീവിതകാലം മുഴുവനും ആ തലമുറ എന്ത് ചെയ്തേനെ, പെരയ്ക്കകത്ത് കയറി ഇരിക്കേണ്ട ഒരവസ്ഥ വന്നേനെ. പലപ്പോഴും അങ്ങനെ പല കുടുംബങ്ങളിലും സംഭവിക്കുന്നുണ്ട്. എന്നാൽ അവൻ്റെ ആ വ്യക്തിയെ കർത്താവ് തൊട്ടു. ആ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അതാണ് വലിയ, ഞാൻ ആ സാക്ഷ്യം കേട്ടപ്പോൾ തോന്നിയത്, കുറേ നാൾ കഴിഞ്ഞിട്ടല്ല, 2 ദിവസം, 2-ാം തീയതി കേട്ടു, 4-ാം തീയതി ഒരു വർഷമായിട്ട് വരാത്ത ഇൻ്റർവ്യൂവിൻ്റെ കോള് അവനത് ലഭിക്കുവാൻ ഇടയായി തീർന്നു. അവൻ ജോലിക്ക് പ്രവേശിച്ചു. ദൈവം അത്ഭുതകരമായ സാക്ഷ്യത്തെ തുറന്നു. ആമേൻ. അപ്പോൾ ആലോചനകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞാൻ എപ്പോഴും പറയാറില്ല യൂട്യൂബിലും ഫേസ്ബുക്കിലും ആണോ ഇത് കേൾക്കുന്നത് എനിക്കറിയത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ ഇന്ന് ഇതിൻ്റെ അകത്ത് ഫേസ്ബുക്ക് പേജിലും ഗ്രൂപ്പിലും അല്ലാതെ നമ്മുടെ യൂട്യൂബ് ചാനലുകളും, അതായത് ട്രൂ ലൈറ്റിൻ്റെ എല്ലാവിധമാകുന്ന യൂട്യൂബ് ചാനലുകളിലും ഫേസ്ബുക്ക് പേജുകളിലും ഇന്ന് സൂമിൽ ഏകദേശം ഇത്ര ആളുകൾ കൂടുമ്പോഴും അതിൻ്റെ അകത്തും ഏകദേശം ഇത്രയും ആളുകൾ ഒരേപോലെ ഈ വചനത്തെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ലൈവിലൊക്കെ കാണുന്നവർക്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിൽ എവിടെയെങ്കിലും ഈ പ്രാർത്ഥനയിലേക്ക് ലഭിക്കാനുള്ള ലിങ്ക് അവിടെ കാണും. അതിലൂടെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ പ്രവേശിക്കാവുന്നതാണ്. സൂമിൽ ലൈവ് നടക്കുന്നു എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 9:30 ഇത് ലൈവ് നടക്കുന്ന പ്രെയറാണ്. ഞാൻ എന്തിനാണിത് പറയുന്നത് വെച്ചാൽ, ആദ്യമായിട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ തപ്പിപ്പോകണ്ട, എല്ലാ ഡീറ്റെയിൽസും അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇത്രയും ആളുകൾ ഇതിൻ്റെ അകത്ത് കേൾക്കുന്നത് കൊണ്ട് അപ്പോൾ നമുക്ക് എവിടെയാണ് ഇരുന്നുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സൂമിലോ യൂട്യൂബിലോ ആണോ നിങ്ങളെങ്കിൽ റിസീവ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാരണം, ഇത്രയും എന്താ പറയുന്നത്, കർത്താവ് ഒരു വ്യാപകമായി പല രാജ്യത്തിരുന്നുകൊണ്ട് കർത്താവിൻ്റെ കൃപയാൽ ഈ പ്രാർത്ഥനകൾ റിസീവ് ചെയ്യുന്ന ആളുകളുണ്ട്. ദൈവം ഇനിയും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുമാറാകട്ടെ. നമുക്ക് വീണ്ടും പറഞ്ഞതുപോലെ കേരളത്തിലുള്ള പ്രാർത്ഥനകൾക്കായി നിങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുക. ഇന്ത്യൻ സമയം 9 മണിക്കാണ്, തിരുത്തിയതിന് നന്ദി. അത് പഴയ നമ്മുടെ സമയത്തിൻ്റെ അകത്ത് ഞാൻ ഓർത്തോർത്ത് പറഞ്ഞതാണ്. ഇന്ത്യൻ സമയം 9 മണിക്കാണ്, 9:30-ക്കല്ല, ഇന്ത്യൻ സമയം 9 മണിക്കാണ്. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും ഒരു കുറവും വരത്തില്ല. എൻ്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഉറക്കപ്പറ, രോഗത്തിനോ രോഗശക്തിക്കോ പാരമ്പര്യ ശാപത്തിനോ പാരമ്പര്യ രോഗത്തിനോ ഒരു തരി പോലും എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദാരിദ്ര്യം അനുഭവിക്കത്തില്ല. ക്രിസ്തു എൻ്റെ ദാരിദ്ര്യം മാറ്റി ഞാൻ ബഹുസമ്പന്നനാണ്. ഞാൻ വാരി വിതറി കൊടുക്കും. ഞാൻ ദീർഘായുസോടെ ഇരുന്ന് ആരോഗ്യത്തോടെ, ദിവ്യ ആരോഗ്യത്തോടെ ഇരുന്ന് കർത്താവിൻ്റെ സകല സമൃദ്ധിയും അനുഭവിക്കും.
ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയെ പറയും. തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വെളിപ്പെടുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ വലിയ അഭിഷേകത്തിനായി ദൈവത്തെ ഞാൻ വാഴ്ത്തുന്നു. നിങ്ങൾ കഴിവതും ഈ സമയത്ത് പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങൾ സെൻഡ് ചെയ്യരുത്. അത് യൂട്യൂബിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, സൂമിലായിക്കോട്ടെ, നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ സെൻഡ് ചെയ്യരുത്. കാര്യം നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകരുത്. ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും പറഞ്ഞത്, നമ്മുടെ ഈ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ കൂട്ടായ്മയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവചന ആലോചനയിലൂടെ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുമ്പോൾ അശ്രദ്ധമായിട്ടിരിക്കരുത്. പലപ്പോഴും ഒരു സഹോദരി പറഞ്ഞു, കർത്താവ് ഇന്നാളൊരു കാര്യം വെളിപ്പെട്ട സമയത്ത് ആ വീട്ടിലെ ചില അടയാളങ്ങളെ വെളിപ്പെടുത്തിയ സമയത്ത് എന്തോ ഒരു വസ്തു അടയാളമായിട്ട് കർത്താവ് കാണിച്ചപ്പോൾ ആ സഹോദരി സ്വന്തം വീടാണ്, വർഷങ്ങളായിട്ട് താമസിക്കുന്നതാണ്. ആ സഹോദരി ആ വീട്ടിൽ പോയി തപ്പിയപ്പോഴാണ് അങ്ങനെ ഒരു വസ്തു അവിടെ ഉള്ളതായിട്ട് കണ്ടത്. അങ്ങനെ ഒരു സാക്ഷ്യം നമ്മൾ ഒന്നിലധികം സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കാൻ ഇടയായി തീർന്നു. അതായത് ആ സമയത്ത് അവർക്ക് പോലും അറിയത്തില്ലായിരുന്നു ആ വസ്തു, അതായത് പണ്ട് എപ്പോഴോ വെച്ചതാണ്, അവർ പോലും ഇത് മറന്നുപോയി, അവർ പോലും ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണത്തില്ല. പക്ഷെ പോയി തപ്പിയ സമയത്ത് അവിടെ ഒരു അടയാളമുണ്ട്. അപ്പം എന്തിനാണ് ഈ അടയാളങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ ലൊക്കേറ്റ് ചെയ്യുകയാണ്, നിങ്ങളെന്ന വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. ബൈബിൾ പറയുന്നത് പോലെ തന്നെ ദൈവം പലയിടങ്ങളിൽ അങ്ങനെ വ്യക്തമായി പറയുന്നുണ്ട്. കർത്താവ് പലപ്പോഴും പേര് ചൊല്ലി വിളിക്കും പോലും ബറിയോനോ ഷീമോൻ എന്നൊക്കെ വിളിക്കുന്നതും നീ അത്തിയുടെ ചോട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടുവെന്നും അങ്ങനെ പല അടയാളങ്ങളിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നത് ആ വ്യക്തിയെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ്. വ്യക്തിപരമായിട്ട് തോൽക്കൊല്ലക്കാരനായ ഷീമോന്റെ ഭവനത്തിൽ പത്രോസ് എന്ന് മറുപേരുള്ള ഒരു ഷീമോൻ അവിടെ ഉണ്ടെന്ന് ദൂതൻ മുഖാന്തരം അവിടെ ശതാധിപനോട് പറഞ്ഞു വിടുമ്പോൾ തന്നെ അവിടെ ലൊക്കേറ്റ് ചെയ്യുകയാണ്. കുറേ ഷീമോന്മാരുണ്ടല്ലോ അവിടെ, പക്ഷെ തോൽക്കൊല്ലക്കാരനായ ഷീമോന്റെ വീട്ടിൽ പത്രോസ് എന്ന് മറുപേരുള്ള ഒരു ഷീമോൻ അവിടെയുണ്ട്. കണ്ടോ? അപ്പോൾ അവരെ അവിടെ വ്യക്തമാക്കി മനസ്സിലാക്കുവാണ്. അപ്പോൾ അടയാളങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വലിയ പ്രവൃത്തികളാൽ ദൈവം നമ്മളെ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു ക്രിസ്തുയേശുവിലുള്ള വചനത്തിന്റെ ശക്തി. ഇന്ന് അതേ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലെ ചില ഭാഗങ്ങൾ പിന്നെയും കേൾക്കാം. 6-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കൂടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാനത് വിശ്വസിക്കുന്നു. 6-ാം അധ്യായത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത് യേശുക്രിസ്തു പറയുകയാണ്. 44-ാമത്തെ വാക്യം, യോഹന്നാൻ സുവിശേഷം 6:44. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുന്നതല്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. പിതാവിനോട് കേട്ടു പഠിച്ചതൊക്കെയും എല്ലാം എൻ്റെ അടുക്കൽ വരും. പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നല്ല, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ആമേൻ ആമേൻ ഞാനോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവനോ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ആകുന്നു. നിങ്ങൾ നോക്കി, കർത്താവ് വലിയൊരു മർമ്മം അവിടെ വെളിപ്പെടുത്തുവാണ്. ഒന്നാമത് പറയുന്നു, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രനിലേക്ക് വരത്തില്ല. ഞാൻ പലപ്പോഴും പറയാറില്ലേ, നമ്മൾ പലപ്പോഴും ഒരു വ്യക്തിയോട് സുവിശേഷം പറയാറുണ്ടല്ലേ. ഞാൻ പറഞ്ഞു, സുവിശേഷം നമ്മുടെ മേൽ നിർബന്ധമാണ്. സുവിശേഷത്തിന് ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ സുവിശേഷം പറയണമെന്നും ഈ വീഡിയോസും മറ്റു കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്ത് ഒരാൾക്ക് കൊടുക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാൻ കാരണം, ഇന്ന് നമ്മൾ കേൾക്കുന്നത് പലപ്പോഴും പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ എൻ്റെ ജീവിതത്തിൽ ആ വചനം കേട്ടൊരു സൗഖ്യമുണ്ടായോ, ഇന്നയാളെ തന്നതാണ്, ഇന്നയാളെന്നെ ഇൻവൈറ്റ് ചെയ്തതാണ്, ഇന്നയാൾ എനിക്കൊരു പ്രയർ ലിങ്ക് അയച്ചു തന്നതാണ്. അപ്പം നിങ്ങൾ 100 പേർക്ക് അയച്ചു കൊടുത്ത സമയത്ത് അവത്തിൽ ഒരു വ്യക്തിയായിരിക്കും അതിനോട് പ്രതികരിച്ചത്. അപ്പം നിങ്ങൾക്കൊരു സങ്കടം വന്നില്ല, ബ്രദറെ ഞാൻ ഇത്രയും പേർക്കും അയച്ചിട്ടും അവത്തിൽ ഒരാൾ മാത്രമേ ബ്രദറെ പ്രാർത്ഥനയ്ക്ക് വന്നതുള്ളൂ. ചിലപ്പോൾ ഒരാൾ പോലും പ്രാർത്ഥനയ്ക്ക് വന്നു കാണത്തില്ല. ഒരു നിരാശ വന്നില്ലേ? ശ്രദ്ധിച്ച്, നിരാശ വരരുത്. ബൈബിൾ പറയുന്നു, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും യേശുവിലേക്ക് വരുവാൻ കഴിയത്തില്ല. അപ്പൊ സ്വർഗസ്ഥനായ പിതാവ്, ഒന്ന് ആലോചിച്ച് നോക്കി, സ്വർഗത്തിലിരിക്കുന്ന പിതാവ്, പ്രപഞ്ചത്തെ മുഴുവൻ നിർമ്മിച്ച, സകല പ്രപഞ്ചത്തെയും ഭൂലോകത്തെയും നിർമ്മിച്ച സ്വർഗാദി സ്വർഗത്തിലെ ദൈവം എന്നെ ആകർഷിക്കുക യേശുവിലേക്ക് വരുവാൻ.
അപ്പൊ കർത്താവിലേക്ക് വന്ന നിങ്ങൾ ആരെങ്കിലും അയച്ചു കൊടുത്ത ഒരു പ്രാർത്ഥന റിക്വസ്റ്റ് കൊണ്ടോ പ്രെയർ ലിങ്ക് കൊണ്ടോ ഏതെങ്കിലും നോട്ടീസ് കണ്ടുകൊണ്ടോ എങ്ങനെയും ഒക്കെ യേശുവിലേക്ക് വന്നതായിരിക്കും അല്ലേ? പക്ഷെ ബൈബിൾ പറയുന്നു ദൈവം നിങ്ങളെ ആകർഷിച്ചു കൊണ്ടുവന്നതാണ്. അപ്പൊ യേശുവിലേക്ക് ഒരു വ്യക്തി വരുന്നത് വലിയ ഭാഗ്യമായി കാണണം. വലിയ ഭാഗ്യമാണ്. കാര്യം സ്വർഗത്തിലെ ദൈവം വഴിതെറ്റി വന്നതൊന്നും അല്ല കേട്ടോ. നിങ്ങൾ ചിന്തിക്കരുത് ബ്രദറെ ഞാൻ എങ്ങനെയൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വന്നതല്ല. ദൈവം നിങ്ങളെ ആകർഷിച്ചു, ഒരു കാന്തം ആകർഷിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ആകർഷിച്ച് ഈ കൂട്ടായ്മയിലല്ല ദൈവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നതാണ്. അപ്പൊ കർത്താവിലേക്ക് വന്നവരാണ് നിങ്ങൾ ഭാഗ്യവാന്മാരാന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. നിങ്ങളെ കർത്താവ് കൊണ്ടുവന്നതാണ്. ഞാൻ പലപ്പോഴും ഈ ആളുകൾ ചിലർ പറയണം, ബ്രദറെ എൻ്റെ വീട്ടിൽ ആരും യേശുവിലേക്ക് വരാറില്ല, ഞാൻ മാത്രമേ പ്രാർത്ഥനയ്ക്ക് വരുന്നുള്ളൂ. അവരൊക്കെ ഞാൻ പറയുന്നുണ്ട് ബ്രദറെ, പക്ഷെ അവര് അനുസരിക്കുന്നില്ല, അവർ യേശുവിലേക്ക് വരും. ഒന്നാമത് ഞാൻ പറയാം, ബൈബിളിലെ വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു നിങ്ങൾ വിശ്വാസ പ്രഖ്യാപനങ്ങളെ എല്ലാ ദിവസവും പറയണം. ചിലര് നിസാരമായി കാണും. ബ്രദറെ ഈ എല്ലാ ദിവസവും പറഞ്ഞതുകൊണ്ട് ബ്രദറെ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞില്ലെങ്കിൽ നടക്കത്തില്ലേ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ബൈബിൾ പറയുന്നൊരു വാക്യമുണ്ട് ആവർത്തന പുസ്തകത്തിൽ, നീ എണീക്കുമ്പോഴും കിടക്കുമ്പോഴും വഴി നടക്കുമ്പോഴും ഈ വചനങ്ങളെ പറയണം, ഏറ്റുപറയണം. യോശുവോട് പറഞ്ഞു, നീ രാവും പകലും എൻ്റെ വചനത്തെ ധ്യാനിക്കണം. അപ്പൊ എന്തിനാണ് ഈ വചനം പറയണമെന്നും ധ്യാനിക്കണമെന്നും ഒക്കെ പറയാൻ കാരണം, നിങ്ങൾ ജീവിക്കുന്ന അന്തരീക്ഷത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് നിങ്ങളെ പലപ്പോഴും സ്വാധീനിക്കുന്ന അന്തരീക്ഷമാണ്. നിങ്ങൾ നിൽക്കുന്ന ഒരു അന്തരീക്ഷം. നമ്മളിപ്പം വീടിന്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇപ്പോൾ AC ഉള്ള ഫാനുള്ള ഒരു വീട്ടിലാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഫാൻ്റെ ചോട്ടിരുന്ന് കാറ്റൊക്കെ കൊണ്ട് നന്നായിട്ട് സന്തോഷിച്ചിരുന്നിട്ട് പെട്ടെന്ന് ഒരു കടും ചൂടിലോട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കാലാവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വന്നില്ലേ? നിങ്ങൾ അനുഭവിച്ച കാലാവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വന്നില്ല. അതേപോലെ നമ്മൾ ഈ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഈ ലോകത്തിന്റെ പലവിധമാകുന്ന ഭാരങ്ങൾ ചിന്തകളൊക്കെയും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ. ഇപ്പൊ നിങ്ങൾ വിശ്വാസമൊക്കെ പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ധൈര്യപ്പെട്ട് നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് എന്തെങ്കിലും പറയും, പെട്ടെന്ന് നമുക്ക് നിരാശ വരത്തില്ലേ, ദേഷ്യം വരത്തില്ലേ, പ്രയാസം വരത്തില്ലേ, ബുദ്ധിമുട്ട് വരത്തില്ലേ? ഇതൊക്കെ വരുമ്പോൾ ഓർത്തോണം, നമ്മൾ നിൽക്കുന്ന അന്തരീക്ഷം ആത്മീയ അന്തരീക്ഷമല്ല. നമ്മൾ നിൽക്കുന്ന അന്തരീക്ഷം എപ്പോഴും ആത്മീയ അന്തരീക്ഷമല്ല. നമ്മൾ നിൽക്കുന്ന ഈ ലോകം, നിങ്ങൾ കടയിൽ പോകുമ്പോൾ അവിടെ നിൽക്കുന്ന കടയിൽ എടുത്തു തരുന്ന ആൾ പ്രാർത്ഥനക്കാരനും വിശ്വാസിയൊന്നുമല്ല. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എല്ലാവരും വിശ്വാസിയാണോ? അല്ല. നിങ്ങൾ ഈ മീൻ മേടിക്കാൻ വേണ്ടി പോകുന്ന മാർക്കറ്റിൽ എല്ലാവരും പ്രാർത്ഥനക്കാരൊന്നുമല്ല. അവർ ചിലപ്പോൾ സംസാരിക്കുന്ന വാക്കുകൾ നിങ്ങളെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ കാണും. കുടുംബത്തിന്റെ അകത്ത് തന്നെ എന്ത് ചെയ്യും, നിങ്ങളെ പരാജയപ്പെടുത്തുന്ന, നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന, നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന, നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന ഒത്തിരി വാക്കുകൾ കേൾക്കേണ്ടി വരും നിങ്ങൾ. അപ്പൊ എന്തിനാണ് ഈ വചനം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വചനം എൻ്റെ ബാക്ക് ബോണാണ്. ഈ വചനം എന്നോട് ദൈവം സംസാരിക്കുന്നതാണ്. ദൈവമാണ് എന്നോട് ബലപ്പെടുത്തുന്നത്. വചനം എന്ന് പറഞ്ഞാൽ ദൈവമാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു നാളും നശിക്കത്തില്ല, കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു നാളും നശിക്കത്തില്ല എന്ന് പറയുമ്പോൾ വീടിന്റെ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ആരോ പറയുന്നു വലിയ മഹാമാരി വരാൻ വേണ്ടി പോകുന്നു, ഈ ലോകം മുഴുവൻ നശിക്കാൻ വേണ്ടി പോകുന്നു, വലിയ മാരകരോഗങ്ങൾ വരാൻ വേണ്ടി പോകുന്നു, കടഭാരം കൊണ്ട് നാശം വരാൻ വേണ്ടി പോകുന്നു, ഏതോ രോഗം നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി പോകുന്നു. അപ്പൊ നമ്മുടെ അന്തരീക്ഷം മുഴുവൻ എന്തുവാണ്? നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന, തകർക്കാൻ നോക്കുന്ന, നിരാശപ്പെടുത്താൻ നോക്കുന്ന ചുറ്റുവട്ടമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പറയുന്ന വചനം നിങ്ങൾക്കൊരു ബലമാണ്. നിങ്ങൾ പോകുന്ന, അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവയുടെ വചനം എൻ്റെ പാതയ്ക്ക് ദീപവും എൻ്റെ പാതയ്ക്ക് അതൊരു പ്രകാശവുമാണ്. നോക്കി, എന്താ അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പോകുന്ന എല്ലാ വഴിയിലും എനിക്കൊരു ലൈറ്റാണ് വചനം. അതിൻ്റെ അർത്ഥം എന്തുവാ? ഇരുട്ടുള്ള സ്ഥലത്തിലൂടെ ഞാൻ പോകുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നു, കൂരിരുൾ താഴ്വര, 119 സങ്കീർത്തനം 105 വാക്യല്ലേ, യഹോവയുടെ വചനം എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. അപ്പൊ യേശുവിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ ദൈവത്താൽ ആകർഷിക്കപ്പെട്ടാ വരുന്നത്. പക്ഷെ നമ്മൾ നിൽക്കുമ്പോൾ, നിങ്ങൾ യേശുവിലേക്ക് വന്നതിന് ശേഷവും നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നിങ്ങളെ ആകർഷിക്കുന്ന ഒരു ലോകമുണ്ട്. ഒന്ന്, പിതാവ് ആകർഷിച്ചിട്ടാണ് നമ്മൾ പുത്രനിലേക്ക് വന്നത്. യേശുവിലേക്ക് വന്നതിന് ശേഷം നിങ്ങളെ ആകർഷിക്കുന്ന ഒരു ലോകമുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, പിതാവിന്റെ ആകർഷണം വന്നതുകൊണ്ടാണ് നമ്മൾ യേശുവിലേക്ക് വന്നത്. പക്ഷെ നമ്മളെ ദിനം പ്രതി ആകർഷിക്കുന്ന ഒരു ലോകമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, നീ മണ്ണിൽ നിന്ന് എടുത്തുകൊണ്ട് നീ മണ്ണിലേക്ക് തന്നെ പോകുന്നു. നിന്റെ ജഡത്തിന്റെ ആകർഷണം എങ്ങോട്ടായിരിക്കും? മണ്ണിലേക്കായിരിക്കും. അത് മണ്ണെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിലോട്ട് നമ്മുടെ ജഡം എപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഫേസ്ബുക്കിൽ കയറി, സോഷ്യൽ മീഡിയ കയറി, നമ്മൾ യൂട്യൂബിൽ കയറി, എന്നാൽ ബ്രദറിന്റെ ഒരു മെസ്സേജ് ഇന്ന് കേട്ടാക്കാന്ന് വരച്ച് കയറിയ സമയത്തായിരിക്കും ഏതൊക്കെയോ വാർത്താ ചാനലിലോട്ട് അങ്ങ് പോയി. പിന്നെ ആ വഴി നേരെ ഏതൊക്കെയോ റീൽസ് ഒക്കെ ഉണ്ട്, നമ്മൾ ആ വഴിയെല്ലാം അങ്ങ് പോയി, നമ്മൾ ഏതൊക്കെയോ റൂട്ടിൽ പോയി. പക്ഷെ കയറിയത് എന്തിനു വേണ്ടിയാ?
ഇന്ന് കുറച്ചു നേരം വചനം കേൾക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ യൂട്യൂബ് തുറന്നത്, ഫേസ്ബുക്ക് തുറന്നത്. പക്ഷെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് വേറെ ഏതോ ലോകത്താണ്. അതിന്റെ കാര്യം എന്തുവാ? നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നടന്നില്ല. പകരം നമ്മളെ ആകർഷിച്ച് വേറെ ഏതൊക്കെയോ ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയ ഒരു ഘടകം നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ട്. നമ്മളെ സ്വാധീനം. അപ്പം പിതാവ് ആകർഷിച്ചിട്ട് നമ്മൾ പുത്രരിലേക്ക് വരുന്നുവെങ്കിൽ ഈ ആകർഷണം നമ്മളിൽ കൂടുതൽ പ്രവർത്തിക്കണം. ഇന്നലെ നമ്മൾ കേട്ടല്ലോ, യേശുക്രിസ്തുവിനോട് ഒന്ന് ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണ് എന്ന് പറഞ്ഞപ്പോൾ, പിതാവ് ആകർഷിച്ച് പുത്രരിലേക്ക് വന്ന നിങ്ങൾ പിതാവിന് ഇഷ്ടമുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അയച്ച പുത്രനിൽ വിശ്വസിക്കുന്ന അത്രേ. അപ്പൊ യേശു എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്നലെ നമ്മൾ കേട്ടത് വെച്ചൊന്ന് പറയാൻ പറ്റുമോ? ആരാണ് യേശു എന്ന് പറഞ്ഞാൽ? ഇന്നലെ കേട്ടത് വെച്ചു യേശു എന്ന് പറഞ്ഞാൽ ആരാണ്? യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആമേൻ. അപ്പൊ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ 1:14 പറഞ്ഞു, വചനം ജഡമായി തീർന്നു. അപ്പൊ വചനത്തിന്റെ ക്രോഡീകരിച്ച രൂപമാണ് ക്രിസ്തു. ചിലർ പറയത്തില്ലേ, നമ്മുടെ ദൈവത്തിന്റെ വചനം എന്നേക്ക് സ്വർഗത്തിലിരിക്കുന്നു പറയാൻ കാരണം അത് യേശുവിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ബൈബിളിന്റെ ഒരു കോപ്പി സ്വർഗത്തിലുണ്ടെന്നല്ല അതിന്റെ അർത്ഥം. നിത്യമായ വചനം സ്വർഗത്തിൽ ഇരിക്കും എന്ന് പറഞ്ഞാൽ ചിലർ പറയാറുണ്ട് സത്യവേദ പുസ്തകത്തിന്റെ ഒറിജിനൽ കോപ്പി സ്വർഗത്തിലുണ്ടെന്ന്. സത്യവേദ പുസ്തകത്തിന്റെ ഒറിജിനൽ കോപ്പി അല്ല, അത് സാക്ഷാൽ വചനമാകുന്ന ക്രിസ്തു സ്വർഗത്തിലുണ്ട് എന്നതിന്റെ അർത്ഥം. ദൈവത്തിന്റെ വചനം അവിടെ ഇരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തുവിൽ ദിനം പ്രതി നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ ആകർഷിക്കപ്പെടുമ്പോൾ ലോകത്തിന്റെ ആകർഷണത്തിൽ നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. അറിയാവോ? ഇവിടെ നിങ്ങൾ നോക്കിയേ, എന്നിട്ട് കർത്താവ് പറയുകയാണ്, ആ വാക്യം നിങ്ങൾ നോക്കിയേ, ആമേൻ ആമേൻ ഞാൻ ഇവിടെ പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അപ്പൊ ബൈബിളിന്റെ ഏറ്റവും വലിയൊരു പ്രിൻസിപ്പൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പം ആകുന്നു. എന്നിട്ട് പറയാണ് 50-ാം വാക്യത്തിൽ, ഇതോ തിന്നുന്നവൻ, പിതാക്കന്മാർ മരുഭൂമിയിൽ തിന്നിട്ട് മരുഭൂമിയിൽ മന്ന തിന്നിട്ട് മരിച്ചുവല്ലോ, ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാകുന്നു. അപ്പൊ യേശുക്രിസ്തു സ്വയം പറയുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അപ്പം ജീവന്റെ അപ്പമാണ് യേശു, ദൈവത്തിന്റെ വചനമാണ് യേശു. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ വർഷത്തിൽ എത്ര പ്രാവശ്യം ആഹാരം കഴിക്കും? ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം ആഹാരം കഴിക്കും? ഒന്ന് പറഞ്ഞേ, എത്ര പ്രാവശ്യം കഴിക്കും? ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം ആഹാരം കഴിക്കുന്നുണ്ട്? എല്ലാ ദിവസവും നമ്മൾ കഴിക്കും. നമ്മൾ ദിനം പ്രതി നമ്മൾ ആഹാരം കഴിക്കും, അല്ലെ? നമ്മൾ വർഷത്തിൽ ഒന്നല്ല, ദിവസവും നമ്മൾ ആഹാരം കഴിക്കും. യേശു പറയുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. മരുഭൂമിയിൽ നിങ്ങളുടെ പിതാക്കന്മാർ മന്ന തിന്നിട്ട് മരിച്ചു പോയതുപോലെയല്ല, യേശുവാകുന്ന അപ്പത്തെ ഭക്ഷിക്കുന്നവൻ ജീവിക്കും. യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരേ സമയം വചനവും ഒരേ സമയം ജീവന്റെ അപ്പവുമാണ്. അപ്പൊ നമ്മൾ വർഷത്തിൽ ഒരിക്കലല്ല ആഹാരം കഴിക്കുന്നത്, ദിനം പ്രതി അപ്പം ഭക്ഷിച്ചാൽ. ഈ കത്രുമേശയുടെ ശുശ്രൂഷയുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല, കത്രുമേശ നമുക്കറിയാം. അപ്പം എടുത്ത് വാഴ്ത്തി സ്വോത്രം ചൊല്ലി നുറുക്കി, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരവും രക്തവുമാണെന്ന് പറഞ്ഞു കർത്താവ്. പുതിയ നിയമത്തിന്റെ മുമ്പ് കർത്താവ് പെസഹ മുറിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ദിവസവും ഇതെടുക്കുന്നത് ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. കാര്യം ഇത് ഓർമ്മയാണ്. എൻ്റെ ഉള്ളത്തിൽ യേശുക്രിസ്തുവാകുന്ന വചനത്തെ ഞാൻ ഭക്ഷിച്ചിരിക്കുന്നുവെന്നും ദൈവവചനത്താൽ ഞാൻ ജീവിക്കുന്നുവെന്നും കർത്താവിൻ്റെ വചനമാണ് എൻ്റെ അടിസ്ഥാനമെന്നും ഈ വചനമാണ് എൻ്റെ എനർജി എന്നും നമുക്ക് ബോധം തരുന്ന ഒരു ഏറ്റവും വലിയ പ്രധാന ഘടകമാണ് കർത്തൃമേശ ശുശ്രൂഷ എന്ന് പറയുന്നത്, തിരുമേശ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, വചനം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അപ്പൊ ഇത് ദിവസവും ഭക്ഷിക്കുന്ന ഒരു വ്യക്തി. എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞല്ലേ, എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി, ആഴ്ചയിൽ ഒന്ന് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നതും ദിവസവും നിങ്ങൾ വചനവുമായിട്ട് എല്ലാ ദിവസവും ഈ വചന കൂട്ടായ്മയിൽ വന്നിട്ട് വചനവുമായിട്ട് ബന്ധം ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? മാനസികമായി, ശാരീരികമായിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം? അതായത് നിങ്ങൾ ആഴ്ചയിൽ ഒന്നായിരുന്നു നേരത്തെ പ്രാർത്ഥനയ്ക്കോ അല്ലെങ്കിൽ ഇടക്കൂട്ടായ്മയോ വല്ലപ്പോഴും 1-2 സൺഡേ മീറ്റിംഗ് അല്ലാതെ ഈ അന്നുള്ള വ്യത്യാസവും ഇന്ന് ദിവസവും കൂട്ടായ്മയിൽ വചനം കേൾക്കുന്നത് കൊണ്ടുള്ള വ്യത്യാസം എന്താണ് നിങ്ങൾക്ക് ഉണ്ടായ മാറ്റം? ഒരു മാറ്റം നിങ്ങൾ ബലപ്പെട്ടു. എന്താ അവിടെ സംഭവിച്ചെന്ന് അറിയാമോ? ലോകത്തിലോട്ടുള്ള നിങ്ങളുടെ ആകർഷണത്തിന് കുറവ് വന്നു. ലോകത്തിലോട്ടുള്ള ആകർഷണത്തിന് കുറവ് വന്നു. എന്ത് സംഭവിച്ചു? ദൈവത്തോടുള്ള ആകർഷണത്തിൽ നിങ്ങൾ വളരുവാൻ തുടങ്ങി. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവത്തിന്റെ ആകർഷണം നിങ്ങളുടെ മേലുണ്ട്.
ഇതിൽ നിങ്ങൾ വളരുവാൻ തുടങ്ങി, സാധ്യതകളെ അന്വേഷിക്കുവാൻ തുടങ്ങി. അപ്പൊ എങ്ങനെയാണ് ഈ സാധ്യതകൾ പണ്ട് നിങ്ങൾ എപ്പോഴാ പ്രാർത്ഥിക്കുന്ന അറിയാവോ? പ്രശ്നം രൂക്ഷമായി കഴിയുമ്പോൾ ഡോക്ടർ പറയൂ ഞങ്ങളെ കൊണ്ട് രക്ഷയില്ല. ഉടനെ ഫോൺ എടുത്തിട്ട് കിട്ടുന്ന എല്ലാ പ്രെയർ ലൈൻ നമ്പറിലേക്കും വിളിക്കും, ദേ വലിയ വിഷയത്തിലാണ്, പ്രാർത്ഥിക്കണം. ആ വിഷയം കഴിയുമ്പോൾ പിന്നെ എന്താണ്, പരിപാടി നിർത്തി. പിന്നെ അടുത്ത ഏതെങ്കിലും ഒരു പ്രതികൂലം വരുമ്പോൾ ഓർക്കും പെട്ടെന്ന്. ആ പ്രശ്നമായിരുന്നു നമ്മളെ ഓർപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ദിവസവും വചനവുമായിട്ട് ബന്ധം വന്നപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ആ സാക്ഷ്യം കേട്ട സമയത്ത് ചില തലങ്ങളെ പറ്റി എനിക്ക് തോന്നുന്നു എറണാകുളത്ത് ആ സഹോദരി സാക്ഷ്യം പറഞ്ഞു. 2 പ്രാവശ്യം ആ സാക്ഷ്യം റിപ്പീറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നത്. എറണാകുളത്ത് വന്ന ആ സഹോദരി സാക്ഷ്യം പറഞ്ഞായിരുന്നു, ഇത്ര എൻ്റെ 14 സെൻറ്റ് സ്ഥലം ഏതാണ്ട് കർത്താവ് തരാൻ വേണ്ടി പോകുന്നു. ഞാൻ സാക്ഷി ഓർക്കുന്നില്ല കേട്ടോ. സ്ഥലം തരാൻ വേണ്ടി പോകുന്നു. ആ സഹോദരി അത് സ്വീകരിച്ചു. അപ്പം മോളുടെ പേരെന്തോ കർത്താവ് വെളിപ്പെടുത്തി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി. ആ സമയത്ത് അവരത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നു. കർത്താവ് അത് വെറുതെ വെളിപ്പെടുത്തുക മാത്രമല്ല, അവസാനം നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്ത് അവർക്ക് ആ വീട് കിട്ടിയ സാക്ഷ്യം ആ സഹോദരി എറണാകുളം പ്രാർത്ഥനയെ വന്ന് പറഞ്ഞായിരുന്നു. എന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സാക്ഷ്യം എല്ലാവരും കേട്ടതാണ്. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കേട്ടവരാണോ എല്ലാവരും? കേട്ടു. സഹോദരി പ്രാർത്ഥനയിലുണ്ട്. സഹോദരി പ്രാർത്ഥനയിലുണ്ട്. ഞാൻ ചോദിക്കാത്തത് സമയപരിമിതി ഉള്ളത് കൊണ്ടാണ്. യൂട്യൂബിൽ കിടപ്പുണ്ട് കേൾക്കാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ആ സഹോദരി പറഞ്ഞു, മോള് കുറേ നാളായിട്ട് നോക്കിക്കൊണ്ട് നടക്കുന്ന സ്ഥലം കിട്ടുന്നില്ല, അതിനുള്ള ഫിനാൻസ് അവർക്കില്ലായിരുന്നു. പക്ഷെ കർത്താവ് വ്യക്തമായിട്ട് എനിക്ക് സ്ഥലത്തിൻ്റെ സെൻറ്റ് ഞാൻ മറന്നുപോയി. എന്തായാലും 14 എന്തോ സെൻറ്റ് സ്ഥലമായിരുന്നു തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർക്കുന്നില്ല, ഞാനത് മറന്നുപോയി. അപ്പം ഇത്ര സെൻറ്റ് സ്ഥലം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് ഒരാലോചന. അപ്പം ചിലർ ചിന്തിക്കും, കർത്താവിന് ഈ സ്ഥലം ഒരുക്കുന്നതാണോ വലിയ കാര്യം? നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധം അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധമാണ്. അപ്പനും മക്കൾക്ക് തരാൻ ആഗ്രഹിക്കുന്നതാണ് ഈ പ്രവചനത്തിലൂടെ കർത്താവ് ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒരു സ്ഥലം വേണം, വീട് വേണം, ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നടക്കുന്നില്ല. ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവ് വ്യക്തമായിട്ട് ഇത്ര സെൻറ്റ് സ്ഥലം ദൈവം തരാൻ വേണ്ടി പോകുന്നു, അനുഗ്രഹമായിട്ടത് മാറുമെന്ന് പറഞ്ഞു. ആ സഹോദരി എറണാകുളത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞു. നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്ത് അത്ര സെൻറ്റ് സ്ഥലവും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട്, എനിക്ക് 18 സെൻറ്റ് ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ പോലും അത്രയും ഒരു സെൻറ്റ് സ്ഥലം കർത്താവ് ഒരുക്കി. അപ്പോൾ ഒരു സാധ്യത നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സ്ഥലം കിട്ടുന്നതോ വീട് കിട്ടുന്നതിലോ ഒന്നും അല്ല കാര്യം, രോഗം മാറുന്നതിലോ ഒന്നും അല്ല കാര്യം. പിന്നെ എന്തിലാ കാര്യം? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സന്തോഷമാണ് കർത്താവിൻ്റെ സന്തോഷം. അത് നിങ്ങൾക്ക് വീട് കിട്ടുന്നതാണോ നിങ്ങളുടെ സന്തോഷമെങ്കിൽ അത് ദൈവം തരും. ഇനി വേണ്ട, വീട് കിട്ടുന്നതിലല്ല ബ്രദർ എൻ്റെ സന്തോഷം, എനിക്ക് ആ വലിയ സമാധാനത്തോടെ ഉറങ്ങിയാൽ മതി, അത് ദൈവം തരും. പിതാവിൻ്റെ സന്തോഷം നിങ്ങളുടെ സന്തോഷമാണ്. പിതാവിൻ്റെ സന്തോഷം നിങ്ങളുടെ സന്തോഷം. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ പിതാവിന് സന്തോഷമില്ല എന്ന് മനസ്സിലാക്കണം. എൻ്റെ വേദനകൾ പിതാവിൻ്റെ വേദനയാണ്, എൻ്റെ നൊമ്പരങ്ങൾ അതുകൊണ്ടാണ് യേശു പറഞ്ഞിരിക്കുന്നത്, പിതാവ് ആകർഷിക്കുക എന്നെ. എന്തിനാ പിതാവാകുക? അവിടെ വാക്കി നോക്കി, ദൈവം ആകർഷിക്കുക എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പിതാവ് ആകർഷിക്കുക. അപ്പൊ പിതാവ് എന്നൊരു പദം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ആരായിരിക്കും? ദാസനല്ല, കൂലിക്കാരനല്ല, മകളാണ്. പിതാവ് ആകർഷിക്കുന്നത് നാട്ടുകാരെയല്ല. അല്ലെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് പറയുക യേശു യജമാനൻ ആകർഷിക്കുന്നു. അപ്പൊ നമുക്കറിയാം ദാസന്മാരെ. ദൈവം ആകർഷിക്കുന്നു, പിന്നെ ആരെ? ദാസന്മാരെ, ഭക്തന്മാരെ. പക്ഷെ ഇവിടെ യേശു പറഞ്ഞു പിതാവ് ആകർഷിക്കുന്നു. ആരെ? മക്കളെ ആകർഷിക്കുന്നു. യേശുവിലേക്ക് മക്കളെ ആകർഷിക്കുകയാണ്. എന്നിട്ട് യേശു എന്ത് ചെയ്യുന്നറിയാം? നമുക്ക് ജീവന്റെ അപ്പം തരുമോ എല്ലാ ദിവസവും? യേശുവാകുന്ന ജീവന്റെ അപ്പം, യേശുവാകുന്ന വചനമാകുന്ന അപ്പം അനുദിനം ഭക്ഷിക്കുമ്പോൾ ലോകത്തിൽ നിന്നുള്ള ആകർഷണങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നു. ലോകം നമ്മളെ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. ഓർത്തോണം, ഞാൻ ഒന്നുകൂടെ പറയാം, ഞാൻ എപ്പോഴും പറയുന്ന വാക്യമാണ്, പിന്നെയും പറയാണ്, നിങ്ങൾ ഒറ്റയ്ക്ക് ബലപ്പെടാൻ പഠിക്കണം. ചിലരുണ്ട്, ബ്രദറെ എനിക്ക് നല്ലൊരു പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്, അതുള്ളതുകൊണ്ട് എൻ്റെ ബലമാണ്. നിങ്ങൾ ബലം പിടിക്കരുതേ. സ്വന്തമായിട്ട് നിങ്ങൾ വിശ്വാസത്തിലും വചനത്തിലും പ്രാർത്ഥനാ കൂട്ടായ്മ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇതെല്ലാം നമുക്ക് ആവശ്യമാണെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ബലപ്പെടാൻ പഠിക്കണം, ശീലിക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ആഹാരം കഴിക്കണം. യേശുവാകുന്ന ജീവന്റെ അപ്പം ഭക്ഷിക്കണം. ജീവന്റെ അപ്പം ഭക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അനുദിനം നിങ്ങൾക്കകത്ത് വളർച്ചയുണ്ടാകും. ലോകത്തിൻ്റെ ആകർഷണങ്ങൾ കുറയും. പലരും പറയുന്നുണ്ട്, ബ്രദറെ ഈ ഫോണിൻ്റെ അഡിഷൻ മാറാൻ വേണ്ടി എന്ത് ചെയ്യണം? പലരും ചോദിക്കാറുണ്ട്. ഫോണിൻ്റെ അഡിഷൻ മാറാൻ വേണ്ടി ചിലർ ഉപവസിക്കാറുണ്ട്. ഫോണിൻ്റെ അഡിഷൻ മാത്രമല്ല, ചില അഡിഷനുകൾ മാറാൻ വേണ്ടി ഉപവസിക്കാറുണ്ട്. അവർ ഒത്തിരി നടന്നു വരുന്നു ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഭയങ്കരമാകുന്ന അവർ രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്?
അതിന് ജയിക്കാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ശ്രമിക്കാറുണ്ട്. അപ്പം ഞാൻ ഒറ്റ വാക്കിൽ പറയാറുണ്ട്, നിങ്ങൾ ഒരിക്കലും ഒരു അഡിഷനെയും ജയിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. പകരം നിങ്ങൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ പുറകെ പോവുക, തന്നെ അത് മാറിക്കോളും. ഇപ്പൊ നിങ്ങൾ പണ്ട് ഈ ഇന്ന് ആലോചിച്ച് നോക്കി, ഈ സൂം മീറ്റിങ്ങിൽ 1 മണിക്കൂർ ചിലപ്പം ചിലരിങ്ങനെ പരാതി പറയുന്നുണ്ട്, ബ്രദറെ നീണ്ടു പോകുന്നല്ലോ ചിലർ പറയാറുണ്ട്. പക്ഷേ ചില ആൾക്കാരത് നീണ്ടു പോയാലും കുഴപ്പമില്ല. അപ്പം നിങ്ങൾ 10 മിനിറ്റ്, പണ്ട് നമ്മൾ 10 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റാത്ത ആൾക്കാർ നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥന വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് ഇരിക്കുമോ നിങ്ങൾ രാത്രിയിൽ? ഇല്ല. നമ്മൾ പെട്ടെന്ന് ഉറങ്ങി വീഴുകയോ പെട്ടെന്ന് എണീറ്റ് പോകുന്ന ടെൻഡൻസി ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ പ്രാർത്ഥന പോയാലും കുഴപ്പമില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് നിങ്ങൾ വരാൻ കാരണം എന്ത് സംഭവിച്ചു? നിങ്ങളുടെ അകത്തേക്ക് വചനം സ്വാധീനിക്കാൻ തുടങ്ങി. ഇതാണ് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനതയുടെ ദൈവം യേശു പറയുന്നത്, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവെങ്കിൽ യേശുവാകുന്ന ജീവന്റെ അപ്പം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം തിന്നുന്നവനൊക്കെയും എന്തുണ്ടാകും? എന്നെ തിന്നുന്നവൻ ഈ ലോകത്തിന്റെ, നോക്കി ആ വാക്യം ഞാൻ കേൾപ്പിക്കാം, നിങ്ങൾക്ക് തൊട്ട് താഴത്തെ വാക്യം നിങ്ങൾ കണ്ടു നോക്കി. സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു, ഈ അപ്പം തിന്നുന്നവർ എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കുവാനുള്ള അല്പമോ ലോകത്തിന് ജീവന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് എൻ്റെ മാംസമാകുന്നു. നോക്കി, അപ്പൊ ഇവിടെ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന വ്യക്തിക്ക് നിത്യജീവൻ ഉണ്ടെന്നും അനുദിനം ഈ വചനം ഭക്ഷിക്കുന്ന വ്യക്തിക്കകത്ത് ഈ ജീവൻ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. യോഹന്നാൻ പറയുന്ന ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണ്, ഇരുട്ടോ അതിനെ പിടിച്ചടക്കിയില്ല എന്ന് പറഞ്ഞു. ഇരുട്ട് എവിടെയാണ്? ലോകത്തെ പറ്റി കാണിക്കുന്നു. അനുദിനം ഈ വചനം ഭക്ഷിക്കുന്ന വ്യക്തിക്കകത്ത് ജീവൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ദൈവവചനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഒരു വ്യക്തി വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്കറിയത്തില്ല, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു പ്രാർത്ഥനയിൽ പോകുന്ന സമയത്തൊക്കെയും നമ്മുടെ മനസ്സ് മൊത്തവും ഇങ്ങനെ ആ കാര്യങ്ങൾക്കകത്തൊരു രക്ഷ നേടണമെന്നുള്ള, അല്ലേ? പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വചനം അങ്ങോട്ട് അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ വചനം നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാം, ഇത് വെളിച്ചമായി നിങ്ങളിലേക്ക് മാറും. വെളിച്ചമായി മാറുന്ന സമയത്ത് ബൈബിൾ പറഞ്ഞു, വെളിച്ചമോ ഇരുളിൽ പ്രകാശിച്ചു. യോഹന്നാൻ 1 പറയുന്നു, വെളിച്ചമോ ഇരുളിൽ പ്രകാശിച്ചു, ഇരുളോ അതിനെ പിടിച്ചടക്കില്ല. വാക്ക് നോക്കിയേ, വെളിച്ചം പ്രകാശിച്ചു. അപ്പൊ അനുദിനം നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചം പ്രകാശിക്കും തോറും ലോകത്തിന്റെ ആകർഷണമാകുന്ന ഇരുട്ടിന് നിങ്ങളെ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല. ആമേൻ. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നും പറ്റിയില്ലെങ്കിലും ആ യൂട്യൂബിലൊക്കെ ഉള്ള ആ വചനമൊക്കെ ഒന്ന് ഓണാക്കി വെക്കണം. ബ്രദറെ, തലമുറ ഒരു രക്ഷയില്ല ബ്രദറെ, ഓളിയത്തിൽ അങ്ങ് വെക്ക്. അവർക്കൊന്നും കേട്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ല ബ്രദറെ. ഇന്ന് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു, ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരാൺ തലമുറ, പക്ഷേ മലയാളം വ്യക്തമായി അതിന് മനസ്സിലാകത്തില്ല, പക്ഷെ കേൾക്കുന്ന ഒരാൺ തലമുറയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവൻ ആള് മാറിയവനെ പോലെയാകും. കർത്താവിൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ ശക്തിയിലും അവൻ ബലപ്പെടാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ദൈവത്താൽ പിടിക്കപ്പെടുന്ന ഒരു ആത്മമണ്ഡലത്തിലേക്ക് അവൻ മൂവ് ചെയ്യട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ സകലവിധമാകുന്ന തടസ്സങ്ങളും ഇന്ന് മാറിപ്പോട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരം എന്ന് വെളിപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ കാണിക്കുന്നു. ഒരു ഗൗരി എന്ന് പറയുന്ന ഒരു മാതാവിനെ കർത്താവ് എന്നെ കാണിക്കുക. എന്നാൽ ആ മാതാവിൻ്റെ രൂപം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അധികം ഹൈറ്റ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി, ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. എന്നാൽ ഞാൻ ആ കാണുന്നൊരു കാഴ്ച, ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ കടന്നുകൂടിയ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെടുത്തി കർത്താവിനൊരു വാക്ക് പറയുന്നു, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ കുടുംബത്തിൻ്റെ മേൽ സകലവിധമാകുന്ന പ്രതിസന്ധികളും മാറിപ്പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഒരു സ്ഥലം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയുടെ കാലഘട്ടത്തിൻ്റെ അകത്ത് ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങൾ നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. പലപ്പോഴും ആ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാലഘട്ടത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ കയറിക്കൂടിയൊരു കുടുംബമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു വിടുതലിനെ കർത്താവ് ചെയ്യുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ഒരു വ്യക്തിയും ആ പറഞ്ഞ അടയാളവുമായിട്ട് ബന്ധപ്പെട്ടത് ഏത് കുടുംബമാണോ, അത് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തോണം.
കർത്താവ് ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു വിടുതലിനെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നന്ദി പിതാവേ, നന്ദി യേശുവേ. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളിത് തുറന്നു പ്രാർത്ഥിക്കുന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ രക്ഷാ പദ്ധതികൾ തുറന്നു വരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനം കാണിക്കുന്നു. ആ ഭവനം എന്നെ കാണിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി നടന്നു പോകുന്ന ഒരു വഴിയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. അതായത് ഈ വ്യക്തി നടന്നു പോകുന്ന വഴിയിൽ വലിയൊരു ഈ ഗവൺമെൻറ്റിൻ്റെ പഞ്ചായത്തിൻ്റെ ഒരു വലിയൊരു കിണർ, ആ ഒരു കിണർ ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, അതിങ്ങനെ ആ ഒരു കിണർ പാസ് ചെയ്ത് വലത്തോട്ടൊരു വഴി കയറിപ്പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയുടെ ഭവനത്തെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് വലിയ നിരാശയോടാണ് പോകുന്നത്. പക്ഷേ എൻ്റെ കർത്താവ് ഒരു വാക്ക് പറയുന്നു, മേൽത്തരമായ ഒന്നിലേക്ക് ദൈവം നിങ്ങളെ പാർപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പോഴുള്ളതല്ല നിങ്ങളുടെ മേലുള്ള പ്രോമിസുകൾ, ദൈവത്താൽ അത് സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ യാത്രയാണ്, നടന്നു പോകുന്ന യാത്രയാണ് ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തെ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ, വലിയ പ്രവൃത്തി ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ. സകലവിധമാകുന്ന തടസ്സവും നീങ്ങി അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്തത്വ ഭവനം ലഭിച്ച്, അനുഗ്രഹിക്കപ്പെട്ടൊരു നന്മ ലഭിച്ച് ആ വ്യക്തിയുടെ അനുഗ്രഹമായി തീരട്ടെ. ആമേൻ പറഞ്ഞ് ആലോചനകളെ സ്വീകരിച്ചാട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വഴിയെ തുറക്കാൻ വേണ്ടി പോകുന്നു. നല്ലതും മനോഹരമായ വാക്തത്വങ്ങളെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നന്ദി യേശുവേ, അങ്ങയുടെ വലിയ മഹത്വം ആ കുടുംബത്തിന് മേലെ അങ്ങ് തുറക്കുന്നല്ലോ. പിതാവേ നന്ദി പറയുന്നു. അപ്പോൾ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ സൈന്യത്താലല്ല, ശക്തിയാലല്ല, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്തു. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു സുഭാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. സുഭാഷിൻ്റെ ഭവനത്തെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി നിമിത്തം ആ ഭവനത്തിൻ്റെ അകത്ത് വലിയൊരു മുറിവേറ്റ ഒരവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഹൃദയത്തിൻ്റെ അകത്ത് വലിയൊരു മുറിവേറ്റ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. വലിയൊരു സമാധാനമില്ലാത്തൊരവസ്ഥയിലാണ്. ഒരു വ്യക്തി നിമിത്തമാണ് ഒരു മുറിവേറ്റത്. ആ കുടുംബത്തിൻ്റെ അകത്തുണ്ടായ ഒരു പ്രതിസന്ധി. എന്നാൽ കർത്താവ് ഇന്ന് ആ കുടുംബത്തെ തൊടുന്നതായിട്ട് പറയുന്നു. സുഭാഷിൻ്റെ ഭവനത്തെ ദൈവം ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ സാക്ഷ്യം ആ കുടുംബത്തിന് മേൽ തുറക്കട്ടെ. കർത്താവ് ഞങ്ങളുടെ വലിയ മഹത്വം ഇന്ന് അവിടെ കർത്താവ് ചെയ്യുന്നതിന് നന്ദി പറയുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് സകല പ്രതികൂലങ്ങളും മാറട്ടെ. ഏറ്റവും മുറിവുകൾ ആ കുടുംബത്തിൽ നിന്ന് മാറി ദിവ്യ സമാധാനം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവ് ഞങ്ങളുടെ സാക്ഷ്യത്തിന് നന്ദി പറയുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ യൂട്യൂബിലോ ലൈവിലോ ആയിക്കോട്ടെ ആമേൻ പറഞ്ഞ ആ കുടുംബം ഏറ്റെടുത്താട്ടെ. ആ മുറിവേൽപ്പിച്ച വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമായി തന്നെ ദൈവം മാറ്റാൻ വേണ്ടി പോകുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു തമ്പി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ഒരു പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. എല്ലാ നിരാശകളെ നീക്കി ദൈവം ആ കുടുംബത്തിൻ്റെ മേൽ ശൂന്യമായ അവസ്ഥയിലൂടെയാണ് പോകുന്നത്. എന്നാൽ കർത്താവ് അവിടെ വലിയൊരു നിറവിനെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും എന്ന വചനത്താൽ ഞങ്ങളിത് തുറന്നു പ്രാർത്ഥിക്കുന്നപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായി തീരട്ടെ. അത്ഭുതകരമായ സാക്ഷ്യമായിട്ട് മാറട്ടെ. യേശുവേ നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പോൾ താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ അപ്പ. വലിയ മഹത്വം ഇന്ന് കർത്താവ് അങ്ങ് വെളിപ്പെടുന്നല്ലോ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിനെ മറ്റൊരു വ്യക്തിയെ കുടുംബത്തെ എന്നെ കാണിക്കുന്നത്, അത് വീടിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു സ്ഥലത്തെ അത് വിറ്റുപോയി. അത് വിൽക്കേണ്ടി നിൽക്കൊരവസ്ഥയുണ്ടായി. മറ്റൊരു വ്യക്തിയിലേക്കാണ് അത് കൈവശമായിട്ട് വന്നിരിക്കുന്ന ഒരു അടയാളത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. എന്നാൽ ആ സ്ഥലം വിറ്റിട്ടും ആ ഒരു പ്രശ്നം നിങ്ങളെ വിട്ട് മാറുന്നില്ല. പിന്നെയും ഓരോരോ വിഷയങ്ങളായിട്ട് ആ കുടുംബത്തിൻ്റെ അകത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ പ്രശ്നങ്ങൾ പിന്നെയും കുടുംബത്തിൻ്റെ അകത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവോട് പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ വിഷയങ്ങളുടെ മേൽ എല്ലാം വിറ്റ് തീർത്താലേ അത് അവസാനിക്കത്തുള്ളൂ എന്ന രീതിയിൽ കയറിക്കൂടിയത് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സാക്ഷ്യമായി കർത്താവിൽ തീരട്ടെ. അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയ നന്മയായി അത് മാറട്ടെ. സകല പ്രതികൂലങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തിന്മയായി നിൽക്കുന്നതെല്ലാം നന്മയായി മാറട്ടെ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ.
അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായി തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പ സകല പ്രതികൂലങ്ങൾ നീങ്ങി വലിയ സാക്ഷ്യമായിട്ട് ആ കുടുംബം മാറട്ടെ. നന്ദി കർത്താവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവിനെ കാണിക്കുന്ന ഒരു വ്യക്തിയുടെ ജോലി നഷ്ടപ്പെട്ടു പോയിട്ട് അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ആ ഒരു ജോലിക്കകത്തോട്ട് കയറാനുള്ള അവസരങ്ങൾ വന്നിട്ടും മറ്റൊരാൾ അത് തട്ടിയെടുക്കുന്നത് പോലെ, അതായത് മറ്റൊരാൾ മുമ്പിൽ വന്ന് അത് കൊണ്ടുപോകുന്നത് പോലെ ഒരവസ്ഥ ആ ഒരു ജോലി മേഖലയിൽ നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോഴത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ബൈബിളിൽ ആ 38 സംവത്സരമായിട്ട് ആ തളർവാദ രോഗി പറഞ്ഞ പോലെ എനിക്ക് മുമ്പേ മറ്റൊരാൾ വന്നത് അപഹരിക്കുന്നത് പോലെ, അതിനെടുത്തുകൊണ്ട് പോകുന്നത് പോലെ പിന്നെയും പിന്നെയും ഓരോന്നായി വന്ന് തടസ്സമായി നിൽക്കുവാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ ബ്ലോക്കുകൾ മാറട്ടെ, അത്ഭുതകരമായ സാക്ഷ്യമായി തീരട്ടെ. തടസ്സമായി നിൽക്കുന്നത് ഇപ്പോൾ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞ് ഇന്ന് ആലോചനയെ സ്വീകരിച്ചാട്ടെ. കർത്താവ് വലിയൊരു സാക്ഷ്യമായിട്ട് സ്വർഗ്ഗം അത് തീർക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സകല വിഷയത്തിൻ്റെ മേൽ ദൈവം അത് സാക്ഷ്യമാക്കി തീർക്കുന്നല്ലോ. അപ്പോൾ സകല കാര്യത്തിൻ്റെ മേൽ ദൈവം അത്ഭുതമാക്കുന്നല്ലോ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ എന്നെ സകലതും അനുഗ്രഹമാക്കി മാറ്റുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. കർത്താവെ, അങ്ങയുടെ വലിയ മഹത്വത്തിനായി നന്ദി പറയുന്നപ്പ. യേശുവിൻ്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ശ്രീജ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് തൊടുന്നായിട്ട് പറയുന്നു. ശ്രീജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ ആ കുടുംബത്തിൽ തന്നെ ഒരു സഹോദരിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ സ്വന്തം സഹോദരിയായിട്ട് തന്നെ കർത്താവ് എന്നെ കാണിക്കുവാണ്. ഇവർ രണ്ടുപേരെയുമായിട്ട് ബന്ധപ്പെടുത്തി കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നത് പറഞ്ഞ് 2 സഹോദരിമാരെ കണക്ട് ചെയ്ത് ദൈവം ഒരു അത്ഭുതകരമായ സാക്ഷ്യത്തെ തുറക്കുവാൻ വേണ്ടി പോകുമെന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ശ്രീജയുടെ ഭവനത്തിൻ്റെ മേൽ ആ 2 സഹോദരിമാരെ ഒരേപോലെ അവരുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്നത് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോട്ടെ. അത്ഭുത സാക്ഷ്യമായി ആ കുടുംബം തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പ. കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യം അവിടെ തുറക്കട്ടെ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് ബ്ലസ് ചെയ്യുന്നപ്പ. അങ്ങയുടെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നില്ല. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു സാമ്പത്തികമായിട്ടൊരു കുരുക്കിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്ന സമയത്ത് 3 സുഹൃത്തുക്കളെ കർത്താവ് എന്നെ കാണിക്കുന്നു. അതിലൊരു സുഹൃത്ത്, 3 സുഹൃത്തുക്കളിൽ ഒരു സുഹൃത്ത് നിമിത്തം ഉണ്ടായ ഒരു കുരുക്ക്, അതായത് ആ വ്യക്തി പറഞ്ഞ ചില പദ്ധതികൾക്കകത്ത് പദ്ധതി പ്രകാരം മൂവ് ചെയ്തതാണ്. പക്ഷെ ആ സുഹൃത്ത് മുഖാന്തരം ചില നഷ്ടങ്ങൾ കുടുംബത്തിൻ്റെ അകത്തുണ്ടായി. പക്ഷെ ആ നഷ്ടം സംഭവിച്ചതിന് ശേഷം പിന്നീട് അതിനെ ചെറുത്ത് നിൽക്കുവാൻ വേണ്ടി പല വഴിയും നോക്കിയിട്ടും അത് ശരിയായില്ല. ഓരോ ദിവസവും അതിൻ്റെ അകത്ത് നഷ്ടങ്ങൾ പിന്നെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ആ കാണുന്ന 3 സുഹൃത്തിൻ്റെ സർക്കിളിൻ്റെ അകത്തുനിന്നും ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഈ 3 സുഹൃത്തുക്കളുടെ വല ഇപ്പം ഞാൻ കാണുന്ന വിധത്തിൽ ഇത് മാറി മാറി നിൽക്കുവാണ്. എന്നാൽ കർത്താവ് പറയുന്ന കുരുക്കുകളെ നീക്കി, എല്ലാം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു നിൽക്കുന്ന സകല കുരുക്കുകളെ നീക്കി ദൈവം നമുക്ക് സമാധാനത്തെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി പരിശുദ്ധാത്മാവേ. അങ്ങ് സഹായിക്കുന്ന വൻ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പോൾ ആ പ്രതിസന്ധി നീങ്ങി. പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞു. അങ്ങനെ ഒരു കുരുക്കിൽ പെട്ടിട്ടാണ് എന്റെ മകനും കിടക്കുന്നത് ബ്രദറെ. ഞാനത് ഏറ്റെടുക്കുന്നു. ഏറ്റെടുത്ത സിസ്റ്റർ, കർത്താവ് ഇന്നത് സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവെ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ വലിയ കൃപയ്ക്ക് കുരുക്കി കിടക്കണം ബ്രദറെ. എന്റെ ആങ്ങള അങ്ങനെ ഒരു കുരുക്കി കിടക്കണം. ഫണ്ട് കുറെ കൊടുത്തിട്ട് അത് കിട്ടാതെ മാനസികമായിട്ട് വിഷമിച്ച് കഴിയണം. സിസ്റ്റർ ഏറ്റെടുത്ത് ദൈവം അത് സാക്ഷ്യമാക്കി മാറ്റും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവെ, ഞങ്ങളുടെ വലിയ മഹത്വം ഇന്ന് പ്രവർത്തിക്കുന്ന നന്ദി പറയുന്നപ്പം എൻ്റെ ഉള്ളത്തിൽ ഈ കോൺകോഡ് എന്ന് പറയുന്ന ഒരു വാക്ക്, കോൺകോഡ് എന്ന് പറയുന്ന ഒരു വാക്ക് എൻ്റെ ഉള്ളത്തിലേക്ക് ഇങ്ങനെ വരുവാണ്. കോൺകോഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം, സ്റ്റിക്കറോ മറ്റോ ഇങ്ങനെ ഒരു കാഴ്ച. ഞാൻ കോൺകോഡ് എന്ന് പറഞ്ഞത് എന്ത് വാക്കാന്ന് എനിക്കറിയത്തില്ല. അതുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം ആരോ നിങ്ങളുടെ ഈ പ്രാർത്ഥനയിൽ ലൈവിലോ സൂമിലോ കൂടുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കോൺകോഡ് എന്നൊരു
ഒരു ഹെഡിങ് പോലെ ഞാൻ കാണുന്നത്. ആ ലെറ്റർ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന കോൺകോഡ് എന്നുള്ളത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഏതോ ഒരു വ്യക്തിയുടെ ജീവിതവുമായിട്ട് എന്തോ ഒരു സംഭവത്തിൽ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ എന്ന ആ ഒരു വ്യക്തിയുടെ ഒരു അടയാളത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കർത്താവ് ഒരു വാക്ക് പറയുകയാണ്, നിരാശകൾ ആ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറുന്നു എന്ന് പറയുന്നു. അതെന്തോ ഒരു കൺമുമ്പിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അത് എഴുതി വെച്ചിരിക്കുന്നത് പോലെയാണ് ഞാനിത് കാണുന്നത്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ എന്താണോ അതിൻ്റെ പിന്നിലെ കുരുക്ക്, അതിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. കർത്താവെ, അങ്ങയുടെ ശക്തി അവിടെ വ്യാപരിക്കുന്നല്ലോ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. അത്ഭുതകരമായ സാക്ഷ്യം ഇന്ന് ആ കുടുംബത്തിന് മേൽ തുറക്കട്ടെ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. സകല പ്രതികൂലങ്ങളും നീങ്ങട്ടെ. അതോടൊപ്പം തന്നെ കർത്താവ് എൻ്റെ ഒരു വാക്ക് പറയുന്നു, ഈ രമ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചിട്ട് പറയുന്നു, രമ്യയുടെ ഭവനത്തെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. ഒരു പെൺകുഞ്ഞ് ഞാൻ രമ്യയുടെ കരത്തിലിരിക്കുന്നതായിട്ട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവിന് തീർക്കാൻ വേണ്ടി പോകുന്നു. കർത്താവ് ഞങ്ങളുടെ വലിയ മഹത്വം അങ്ങ് തുറക്കുന്നതിന് നന്ദി പറയുന്നപ്പോൾ എൻ്റെ യേശുവെ, അങ്ങ് അസാധാരണമായ പ്രവൃത്തികളാൽ ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നപ്പോൾ പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശു അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇന്ന് സൂമിൽ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. നന്ദി പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യമായിട്ട് അത് കുടുംബം തുറക്കട്ടെ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് എന്നിട്ട് പറഞ്ഞ്, യേശു കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സാക്ഷ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ രോഗത്തെ വഹിച്ചതുകൊണ്ട് കർത്താവിൻ്റെ മുറിവ് എൻ്റെ ആരോഗ്യമാണ്, എൻ്റെ അത്ഭുതമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും ഏറ്റു പറഞ്ഞിട്ട് ഈ നിമിഷം ആ രോഗശക്തികൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ഇപ്പോൾ തന്നെ മാറി അത്ഭുതകരമായ സാക്ഷ്യമായി നിങ്ങളുടെ ശരീരത്തെ കർത്താവ് തീർക്കും. നന്ദി യേശുവേ, നന്ദി പിതാവേ. ഞങ്ങളുടെ വലിയ മഹത്വം ഇന്ന് ഓരോ വ്യക്തികളുടെ മേൽ വെളിപ്പെടുന്നതിന് നന്ദി പറയുന്നപ്പ. അത്ഭുതകരമായ സാക്ഷ്യം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരം ഇന്ന് കർത്താവെ ഓരോ വ്യക്തികളുടെ മേൽ വെളിപ്പെടുന്നില്ല അപ്പൊ, ഓരോ വ്യക്തികളുടെ മേൽ വെളിപ്പെടുന്നില്ല അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, അത്ഭുതകരമായ പ്രവൃത്തികൾ ഇന്ന് സംഭവിക്കുന്നല്ലോ. ആ ഞെരുക്കങ്ങൾ മാറി വിശാലത ഉണ്ടാകുന്നല്ലോ. സകല പ്രതികൂലങ്ങളും നീങ്ങി അത്ഭുതങ്ങൾ അവിടെ ഉണ്ടാകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന അപ്പോൾ രോഗങ്ങൾ, രോഗശക്തികൾ, രോഗബന്ധനങ്ങൾ ഇപ്പോൾ തന്നെ ശരീരം വിട്ട് മാറിപ്പോകട്ടെ. ഈ ദിവസങ്ങളിൽ പ്രിയമക്കൾ ഭാരപ്പെടുന്ന, അവരെ വേദനിപ്പിക്കുന്ന, അവരെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കുന്ന സകല വിഷയത്തിൻ്റെ മേൽ അത്ഭുതകരമായ സാക്ഷ്യമാകട്ടെ. ഏത് വലിയ വിഷയമാണെങ്കിൽ യേശുവേ, അങ്ങയുടെ അത്ഭുതത്തെ അങ്ങ് തുറക്കുന്നതിന് നന്ദി പറയുന്നപ്പ. സാക്ഷ്യമാക്കി സ്വർഗം മാറ്റുന്ന നന്ദി പറയുന്നപ്പ. കർത്താവെ, അങ്ങ് തൊട്ട് വിടിവിക്കുന്ന കൃപയ്ക്ക് നന്ദി, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങളുള്ളവരോ ആലോചനകൾ ഇടപെട്ടവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത് പ്രാർത്ഥന വിഷയങ്ങൾ പറയുന്ന സമയമല്ല, നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്കത് പറയാം. ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ അത് വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞാൽ മതി. ദൈവം അത്ഭുതങ്ങളാൽ നിറയ്ക്കുന്ന ദൈവമാണ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. സാക്ഷിയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നേരത്തെ ഒരു ആലോചന അറിയിച്ചിരുന്നു, ജോലിക്ക് തടസ്സങ്ങൾ ഉണ്ടായിട്ട് മാറിപ്പോയി ജോലി ലഭിക്കാതെ ഇരിക്കുന്ന ആ വിഷയത്തിനകത്തൊരു വിടുതലാണെന്ന്. അത് ഞാൻ PSCയുടെ ലിസ്റ്റിലുണ്ട്. അതിന്റെ കേസ് മെയ് 18 കോർട്ട് വെക്കേഷൻ കഴിഞ്ഞാണ്. അപ്പോൾ അതിൽ ദൈവം ആലോചന ഞാൻ ഏറ്റെടുക്കുകയാണ്. അതിലെനിക്ക് ലഭിക്കുകയും വിശ്വസിക്കുന്നു. ഇത് അത്ഭുത ഇഷ്ടം. നമ്മളെ തട്ടി മാറ്റുന്ന അനുഭവങ്ങൾ, നമുക്ക് മുമ്പേ മറ്റൊരാൾ വന്ന് അപകരിച്ചുകൊണ്ട് പോകുന്ന മേഖലകൾ ഇപ്പോൾ അത് ബ്രേക്ക് ആയിരിക്കുകയാണ്. സ്വീകരിച്ചോണം. വലിയൊരു സാക്ഷ്യമായിട്ട് ആ കോടതി വിധി നമുക്ക് അനുകൂലമായി തന്നെ വരും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ബ്രദറെ, മോഹന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. മലയാളം അറിയാത്ത ഒരാള് അവനെ ഓർക്കുമ്പോൾ എനിക്കെന്നും മനോവിഷമമുണ്ട്. പക്ഷെ കർത്താവ് അവനെ എടുത്ത് ഉപയോഗിക്കുമെന്ന് ഞാൻ.
ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ അത് ഏറ്റെടുത്തോണം. കർത്താവ് ആലോചനയിൽ വിശ്വസ്തനാണ്. മകനെ ദൈവം തൊട്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ വലിയ റിസൾട്ടോടെ കർത്താവ് അത് ചെയ്യും കേട്ടോ. വലിയ ആമേൻ. സാക്ഷ്യമാക്കി സ്വർഗ്ഗം അത് മാറ്റും. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ബ്രദറെ തന്നെ ആമേൻ. ബ്രദറെ രണ്ടാലോചന ഏറ്റെടുക്കുകയാണ്. 3 കൂട്ടുകാരന്മാര് കൂടി തുടങ്ങിയ ബിസിനസ് അത് 4-5 വർഷമായിട്ട് ലക്ഷങ്ങൾ മുടക്കിയിരിക്കണതാ. അത് ബ്രേക്കായി കിടക്കാണ്. ആ ആലോചന ഏറ്റെടുക്കണു. പിന്നെ രമ്യ എന്ന് പറഞ്ഞ ഒരു പെങ്കൊച്ചിന്, അവർക്ക് 3 മക്കളായിരുന്നു. 3 പേരും അരയ്ക്ക് കീഴോട്ട് തളർന്ന് ഇരുന്നായിരുന്നെ. 2 പേരും മരിച്ചു. ഇനി ഒരു പെങ്കൊച്ചേ ഉള്ളൂ ഈ രമ്യക്ക്. അത് ഞാൻ ഏറ്റെടുക്കണു. ഞങ്ങളുടെ നൈബറാണ്. ആ കുടുംബത്തിന് വേണ്ടി വേഗത്തിൽ പ്രാർത്ഥിച്ചു സിസ്റ്ററെ. ആ തലമുറ നഷ്ടപ്പെട്ടു പോകാതെ, ആ 2 തലമുറയെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ നമുക്ക് വേണ്ടി വേഗത്തിൽ പോയി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാനൊരു പ്രാർത്ഥനയിൽ കേട്ടതാണ് ആലോചന. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഇത് കേൾപ്പിക്കുക. അവരെ കേൾപ്പിക്കുമ്പോൾ അവരത് വിശ്വസിക്കുകയും ചെയ്യും. കർത്താവിന്റെ നാമത്തിൽ ഒരു സാക്ഷിയായിട്ട് ആ മകള് മാറും കേട്ടോ. ഗോഡ് ബ്ലസ് യു ബ്രദറെ, സിസ്റ്റർ. അവര് ബന്ധുക്കോസുകാരെ ചീത്ത പറഞ്ഞും അവര് വീട്ടിൽ ചെല്ലണതൊന്നും ഇഷ്ടമല്ല. പുള്ളിക്കാരത്തിന് ചേട്ടത്തി ബന്ധുക്കോസാണ്. പക്ഷെ ഭയങ്കര പ്രതികൂലമായിട്ടാ നിക്കണേ. നമ്മളെ പറഞ്ഞില്ല സിസ്റ്റർ, നമ്മൾ ഒരു ബന്ധുക്കൂസിനെയോ നമ്മൾ ഒരു വിശ്വാസത്തെ അല്ല, യേശുവിന്റെ നാമത്തിൽ കർത്താവിന് ഒരു അവസരം തരണം. അവർ യേശുവിൽ വിശ്വസിക്കുവാൻ, കർത്താവിന്റെ നാമത്തെ അറിയുവാൻ, കർത്താവിന്റെ സാക്ഷിയാകുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവർ ക്രിസ്തുവിലേക്ക് അവർ വരും കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി. ദൈവം ഒരു അവസരത്തെ ഒരുക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ആ കുടുംബത്തിൽ ഇനി ഒരു ദുഃഖവാർത്ത കേൾക്കാതിരിക്കാൻ കർത്താവ് സഹായിക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പറഞ്ഞു. കേട്ടില്ല. ബ്രദറെ സുഭാഷ് എന്ന് പറഞ്ഞില്ലേ ബ്രദറെ? സുഭാഷ്, അത് ഒരാലോചന ബ്രദർ ഇപ്പൊ പറഞ്ഞ സുഭാഷ് ഇങ്ങനെ വേറൊരു വ്യക്തിക്ക് വേണ്ടി മനസ്സ് വരും. അത് സുഭാഷ് എന്ന് പറഞ്ഞാൽ എന്റെ ഇളയ ആങ്ങളെയാണ്. പക്ഷെ മൂത്ത ആങ്ങള സ്നാനപ്പെട്ട് ദൈവത്തെ അറിഞ്ഞ മോനാണ്. പക്ഷെ ആ മകൻ മൂത്ത പെങ്ങളെ വണ്ടിക്ക് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോയപ്പോ വണ്ടിക്ക് കൊണ്ടുപോയപ്പോ ആ പെങ്ങള് റോട്ടിൽ വീണ് ഇപ്പൊ ഒരു വശം തളർന്ന്, ഒരു കൈ ഒരു കാലും തളർന്ന് കിടക്കുക. അപ്പൊ ആ വേദന ഈ സുഭാഷ് ദൈവത്തെ അറിയാത്ത മോനാണ്. അപ്പൊ ആ മകന്റെ ഉള്ളില് ചേട്ടൻ കൊണ്ട് ഉന്തിയിട്ടെന്നും പറഞ്ഞ് ഒരുപാട് വിഷയമാണ്. ആ മകന്റെ ഉള്ളിൽ നിന്ന് നീറിപ്പോകയാണിത്. അപ്പൊ ഇങ്ങനെ പള്ളികളിലും ഇങ്ങനെ പ്രാർത്ഥന കൊണ്ടുപോയിട്ടല്ല ഇങ്ങനെ സംഭവിച്ചെന്നുള്ള അങ്ങനെ ഒരു വേദനയാണ് ആ മകന്റെ ഉള്ളില്. അപ്പൊ ആ മകള് ഈ ഉയർത്തെഴുന്നേക്കണം. ആ മകളും സ്നാനപ്പെട്ടതാണ്. അപ്പൊ ഞങ്ങൾ 4 പേര് സ്നാനപ്പെട്ട് പ്രാർത്ഥനയിൽ പോകുന്നതാണ്. അപ്പൊ ഈ സുഭാഷിന് ഭയങ്കര വിഷമമാണ് ഇങ്ങനെ പോയിട്ടല്ല ഇങ്ങനെ സംഭവിച്ചാന്ന്. അപ്പൊ ബ്രദർ പറഞ്ഞ ആലോചന ഞാൻ ഏറ്റെടുക്കുകയാണ്. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സിസ്റ്റർ, ഈ ആലോചന അവരെ കേൾപ്പിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവം ഒരു അവസരത്ത് കൊടുക്കുക. ആ മകള് തളർന്ന അവസ്ഥയിൽ നിന്നും കർത്താവ് എണീപ്പിക്കും. വലിയ സാക്ഷ്യമായിട്ട് കർത്താവ് അത് മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ബ്രദറെ, ഒരു തമ്പിയുടെ കാര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ ബ്രദറെ. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ആ സമയത്ത് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ലായിരുന്നു? ആലോചന ഇടപെടുന്ന സമയത്ത് മൈക്ക് മ്യൂട്ട് ആയിരുന്നോ? പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. പറ്റുന്നില്ലായിരുന്നു അല്ലേ? അതെ. സുഭാഷ് എന്ന് പറഞ്ഞില്ലേ ബ്രദറ്? എന്റെ ഹസ്ബൻഡിന്റെ പേര് സുബേഷ് എന്നാണ്. അപ്പോ ഞങ്ങളുടെ കുടുംബത്തിലെ എന്റെ അനിയന്റെ ഒരു വിഷയം, ഒരു വ്യക്തി കാരണം ഞങ്ങൾ വല്ലാണ്ട് വിഷമിച്ചു നീറി 3 വർഷത്തോളായി വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിനെ കുറിച്ചൊരു അത് പരിഹരിക്കാനായിട്ട് ഞങ്ങളെ അതിനെ കുറിച്ചൊരു മധ്യസ്ഥ വയ്ക്കാനായിട്ട് അങ്ങനെ സംസാരിക്കാനായിട്ട് വിചാരിച്ചിട്ടുണ്ട്. അപ്പോ കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റുന്ന സിസ്റ്റർ ഏറ്റെടുത്തോണം. ദൈവത്തിന്റെ എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് ഇവിടെ മ്യൂട്ട് എന്തോ സംഭവിച്ചതാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ആ സമയത്ത് ആലോചന വെളിപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് അത് മ്യൂട്ട് മാറ്റാൻ പറ്റാഞ്ഞത് എന്തോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ അകത്ത് എനിക്ക് ഇവിടെ ഇത്രയും പേരുള്ളതുകൊണ്ട് കാണാൻ കഴിയത്തില്ല. അപ്പം കർത്താവ് സഹായിക്കട്ടെ. ദൈവം വലിയ പ്രവർത്തികളാൽ നിറയ്ക്കുമാറാകട്ടെ. അങ്ങനെ നിങ്ങൾക്ക് മ്യൂട്ട് ആയിക്കഴിഞ്ഞാൽ, മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല എങ്കിൽ, ഇവിടെ ഞാൻ ആ സമയത്ത് ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും. പക്ഷെ എന്നെ സംഭവിച്ചത് എനിക്ക് അറിയത്തില്ല. അതാ ഞാൻ ചോദിച്ചത്. ആ സമയത്ത് കേൾക്കാൻ പറ്റിയില്ലായിരുന്നു എന്ന്. ബാക്കിയുള്ളൊരു സാക്ഷ്യം പറഞ്ഞാട്ടെ. ഗോഡ് ബ്ലസ് യു. എനിക്ക്
സാക്ഷി പറയട്ടെ ബ്രദറെ, പറഞ്ഞു. എനിക്ക് 2 മാസമായിട്ട് ഗ്യാസ്ട്രിക് സംബന്ധമായ പല അസുഖങ്ങളായിരുന്നു. ഉം. ഞാൻ ഈ ദൈവത്തിന്റെ മുറിവ്, യേശുവിന്റെ മുറിവിനായി എനിക്ക് സൗഖ്യം ഉണ്ടെന്നുള്ള ആ വചനം പറഞ്ഞ് നടന്ന് പ്രാർത്ഥിച്ചു. എനിക്കിപ്പം ദൈവം സൗഖ്യം തന്നിട്ടുണ്ട്. അതുപോലെ ബ്രദറെ, ഒരു വിഷയം കൂടെ, എന്റെ മോള് ഇങ്ങനെ നഴ്സിംഗിന് പഠിച്ചു, ജോലി ആയില്ല, ഇപ്പം കാനഡയില. ആ വിഷയത്തിന് അതിനുവേണ്ടി ഒരു വചനം പറഞ്ഞു തരണം സിസ്റ്റർ. ബ്രദറെ. അതിനുള്ള ഈ വാക്യം പറഞ്ഞാൽ മതി. തലമുറയ്ക്ക് വേണ്ടിയുള്ള വചനമല്ലേ? അതെ. ഈ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി. ജാതികളുടെ നടുവിന്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയം അറിയും. എന്റെ തലമുറയെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ഞാനത് കേൾക്കും. അത് രാജ്യങ്ങളിൽ അത് അനുഗ്രഹിക്കപ്പെടുമെന്നും തലമുറയെ പറ്റി പറഞ്ഞോണം. നല്ല ജോലി ലഭിക്കുമെന്നും ആ വചനം പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞോണം. കർത്താവ് അത് വലിയ സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റുവാനിടയായി തീരും കേട്ടോ. യശയാവ് 61 ജസ്റ്റ് വാക്കിയിട്ടുണ്ട്. യശയാവ് 61:9 കേട്ടോ. ഓക്കെ, എന്റെ മ്യൂട്ട് മാറ്റാൻ പറ്റാതെ എനിക്ക് അറിയത്തില്ല. ഞാൻ നിങ്ങളെ എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആലോചനയുടെ സമയത്ത്. അത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പറ്റാത്ത എനിക്ക് ബ്രദറെ, എനിക്ക് മാർച്ച് ആദ്യം ബ്രദർ ഇങ്ങനെ ഒരു ആലോചന പറഞ്ഞു തന്നായിരുന്നു. പാസ്പോർട്ടിനകത്ത് നമ്പർ കാണിക്കുന്നെന്ന് പറഞ്ഞു. ഞാനത് വിശ്വാസത്തോടെ ഏറ്റെടുത്തു. എന്റെ നമ്പർ ആയിരുന്നു. ദൈവം എനിക്കൊരു വഴി ഒരുക്കി. എന്റെ മോള് മസ്കറ്റിൽ ജോലി ചെയ്യുവാണ്. അവിടെ പോകാനായിട്ട് ദൈവം ഒരു വഴി ഒരുക്കി. നാളെ ഞാൻ പോവാണ്. സോദര, അത് വലിയൊരു സാക്ഷ്യമാണ്. മാർച്ചിലാണ് സിസ്റ്റർ അത് വെളിപ്പെടുത്തിയത്. ആദ്യമായിട്ടായിരുന്നു. ആദ്യത്തെ ദിവസങ്ങളിലായിരുന്നു. ഞാൻ ഡേറ്റ് കറക്റ്റ് മറന്നുപോയി, ഓർക്കുന്നില്ല. സാരമില്ല. കർത്താവ് ഇന്ന് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത്. സിസ്റ്ററുടെ പാസ്പോർട്ടിലെ നമ്പർ ഇപ്പൊ നമുക്കറിയാം, പല ആൾക്കാരും കളിയാക്കാറുണ്ട്. കർത്താവ് പാസ്പോർട്ടിലെ നമ്പറുകളെ വെളിപ്പെടുത്തുന്ന ആളാണോ, കർത്താവിന് ഇതാണോ പരിപാടി എന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കാറുണ്ട്. പക്ഷേ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ 2-3 സാക്ഷ്യം നമ്മളിപ്പോൾ കേട്ടു. പാസ്പോർട്ടിലെ നമ്പർ കർത്താവ് വെളിപ്പെടുത്തിയിട്ടൊരു യാത്രയുണ്ടെന്ന് പറയാൻ ഇടയായി തീർന്നു. ഇന്ന് പ്രിയ സിസ്റ്റർ പറഞ്ഞ ആ മാർച്ചിൽ കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്ലാൻ ഇല്ല. പ്ലാൻ ഉണ്ടായിരുന്നു സിസ്റ്റർ അങ്ങനെ പോകുന്ന സമയത്ത്? ഇത് ഇല്ല, പ്ലാൻ ഇല്ലായിരുന്നു ബ്രദറെ. മോൾ അവിടെ എല്ലാം ചെയ്തത്. പിന്നെ 2 ദിവസം മുന്നാണ് വിസ കിട്ടിയത്. നാളെ ഉച്ചയ്ക്ക് ഫ്ലൈറ്റിന് പോണം. അത് വലിയൊരു ദൈവത്താൽ അയക്കപ്പെട്ട ഒരു യാത്രയാണത്. ഞാൻ പറഞ്ഞത് ദൈവം നമ്മൾ അയക്കുന്ന യാത്രയിലുണ്ട്. മാർച്ചിലാണ് സാക്ഷി. ദൈവ നിയോഗപ്രകാരമുള്ള ഒരു യാത്രയെന്ന് ബ്രദർ പറഞ്ഞായിരുന്നു. ഞാൻ അന്നേരം ഏറ്റെടുത്തായിരുന്നു. ആമേൻ. ഇത് മാർച്ചിൽ കേട്ടു. മാർച്ച്, ഏപ്രിൽ, മെയ്, ഇതിപ്പോ മെയ് മാസത്തിൽ നിൽക്കുന്നു. ഇന്ന് കയ്യിൽ വിസയായിട്ട് നിൽക്കുന്നു. ഒരാളുടെ അല്ല, പലരുടെയും സാക്ഷ്യം നമ്മൾ പിന്നെ എല്ലാ ദിവസവും കേൾക്കുന്നതാണ്. അപ്പൊ ആരെങ്കിലും കളിയാക്കി പറഞ്ഞാൽ മതി, അബ്രഹാമിനെ ദൈവം കൽദേറ പട്ടണമായ ഇന്നത്തെ ഇറാഖിൽ നിന്നും ദൈവം കനാനിലോട്ട് അയച്ചെങ്കിൽ, വാഗ്ദത്ത ദേശത്തോട്ട് ദൈവം അയച്ചുവെങ്കിൽ ദൈവം അങ്ങനെ അയക്കും. ദൈവം അന്ന് ഫ്ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നുകൊണ്ട് അവർ യാത്ര ചെയ്തു, മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. പക്ഷേ ദൈവം നിങ്ങളെ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ദൈവം യാത്രയ്ക്ക് അയക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോണം. ദൈവം അയക്കുന്ന യാത്ര അനുഗ്രഹത്തിന്റെ യാത്രയാണ്. അത് കർത്താവിന്റെ സാക്ഷിയായിട്ട് മാറ്റും. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക. വലിയ നിയോഗത്താൽ പോകുന്നതാണ്. അനേകരുടെ ഇടയിൽ ദൈവം സാക്ഷിയാക്കി മാറ്റും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. പറഞ്ഞു സിസ്റ്ററെ. എക്സാം എഴുതാൻ പോകുമ്പോൾ പറയേണ്ട ഒരു വചനം പറഞ്ഞു സിസ്റ്റർ. എക്സാം എഴുതാൻ പോകുമ്പോൾ പറഞ്ഞാൽ അത് എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് പൂർണ്ണ ജയം ലഭിക്കും, ഞാൻ അത്ഭുതം കാണുമെന്ന് പറഞ്ഞുകൊണ്ട് പോകണം കേട്ടോ. ഫിലിപ്പിയർ 4:13. ഹലോ ബ്രദർ, ഇപ്പൊ ഒരു 3 കൂട്ടുകാരന്മാരെ പറ്റി പറഞ്ഞില്ലായിരുന്നു ഒരാലോചന? ഹലോ ബ്രദർ, 2009 മുതൽ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ കുടുംബവും വേണ്ട, പിന്നെ ജോലിയും വേണ്ട, കൂട്ടുകാരും മാത്രം മതി, ഇങ്ങനെ അങ്ങ് കറങ്ങി നടക്കുക. അപ്പൊ അതിന് നമ്മൾ അങ്ങനെ പാസ്റ്ററെ തിരിച്ച്, പിന്നെ നല്ല സ്വഭാവമായിരുന്നു. കൂട്ടുകാരെ കിട്ടിയതിന് ശേഷം 2009 മുതൽ പുള്ളിക്ക് കുടുംബവും വേണ്ട, മക്കളും വേണ്ട, ജോലിയും വേണ്ട. വല്ലപ്പോഴും ഒക്കെ ജോലിക്ക് വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് പുള്ളി കടന്നു പോകുന്നത്. അപ്പൊ അതിന് നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ, ഞാൻ എന്റെ കുടുംബവും ഞങ്ങൾ യോശുവയുടെ പുസ്തകത്തിൽ പറഞ്ഞു, ഞാനെന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കും എന്ന് പറഞ്ഞാൽ മതി. ആരാധന കുടുംബത്തിൽ ഉയരുമ്പോൾ തന്നെ വ്യത്യാസം സ്വഭാവത്തിൽ നിന്ന് വരും. ആ വചനം തന്നെ പറഞ്ഞോണം. ദൈവം അത്ഭുതമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരെന്ന് പറഞ്ഞാട്ടെ വേഗത്തില് പറഞ്ഞു. ബ്രദറെ, ഇന്ന് പിന്നെ ദൈവം അനുഗ്രഹിച്ച് ഒരു 5 ലക്ഷം രൂപ തരാനുള്ളത് ഇന്ന് ലഭിക്കാൻ ഇടയാക്കി ദൈവം. 5 ലക്ഷം അല്ല, അതിൽ കൂടുതലുണ്ട്, എന്നാലും 5 ലക്ഷം കിട്ടാൻ ഇടയാക്കി. അത് പിന്നെ ഷെരീഫെന്ന് മുമ്പ് ഒരു ആലോചന ബ്രദർ പറഞ്ഞിരുന്നു. അവർ മൂലം
നന്മയും ഒരത്ഭുതവും വരുന്നുണ്ടെന്ന്. ഇന്ന് തന്ന മുസ്ലിമാണ്. തന്ന വ്യക്തി പറഞ്ഞ ഷെരീഫ് ഞങ്ങളുടെ തൊട്ട അയൽവാസിയാണ്. അപ്പൊ അയാളുടെ അറിഞ്ഞപ്പോ തൊട്ട് അയാൾക്ക് വല്ലാത്തൊരു മാനസിക വിഷമമായിരുന്നു എന്ന് പറഞ്ഞു. തകർച്ചയായിരുന്നു. കാര്യം അവരെ അറിഞ്ഞാണോ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെ ആ ഷെരീഫിന്റെ പേരെടുത്ത് അയാൾ പറഞ്ഞപ്പോ ഞാൻ ഇവിടെ വീട്ടിൽ വന്നപ്പോഴാണ് ഈ ഒരു ആലോചന ഞാൻ കേട്ടിരുന്നല്ലോ. എന്ത് നന്മയാണ് നന്നേ ഞാൻ ദൈവത്തോട് ചോദിച്ചിരുന്നു, ദൈവം എന്തോ നന്മ കിട്ടുന്നേന്ന്. പക്ഷെ ഇന്ന് ആ വ്യക്തി അത് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഈ ആലോചന ഓർത്തു. ബ്രദർ പറഞ്ഞ ആലോചന ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നു. പിന്നെ ഡിസംബറിലെ ബാക്കി 1 ലക്ഷം തരാൻ പറ്റൂന്നൊക്കെ പറഞ്ഞു. അത് കൂടുതൽ കിട്ടാറുണ്ട്, പക്ഷെ പുള്ളിക്കാരൻ തരത്തില്ല, മോനായതുകൊണ്ട്. ഫാദറാണ് തന്നത്. അപ്പം ഈ പൈസ കൊണ്ട് ചെറിയ തോതിലെങ്കിലും വീട് ഒന്ന് റെഡിയാക്കണമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ 1 ലക്ഷം എങ്കിലും എടുത്ത്. അപ്പൊ ബ്രദർ അതിന് ഒരു വിഷമവും വരാതെ ഒന്ന് അത് യേശു അത്ഭുതമാക്കാൻ കർത്താവ് അത് സാക്ഷ്യമാക്കി വീട് മാറ്റി. സിസ്റ്റർ പറഞ്ഞത് ഒരു സാക്ഷ്യമാണ്. കാര്യം കുറെ നാൾ മുമ്പ് ദൈവാത്മാവ് ഇടപെട്ടായിരുന്നു. സിസ്റ്റർ ഷെരീഫ് എന്ന് പറയുന്ന ആ വ്യക്തി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ കാര്യം പോലും സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ആരോടെങ്കിലും പ്രാർത്ഥനയിലോ വ്യക്തിപരമായിട്ടില്ല? വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത്, ചെറിയ കാര്യമല്ല. കർത്താവ് ഇങ്ങനെ ഇടപെട്ട് ഷെരീഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു വഴി തുറക്കാൻ വേണ്ടി പോകുന്നു പറഞ്ഞു. ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അയൽവക്കത്തുള്ള ഒരാളായിരുന്നു. ഇന്ന് യാദൃശ്യമായിട്ട് ആ പൈസ തുറന്ന സമയത്ത് പറഞ്ഞു ഇന്ന വ്യക്തി മുഖാന്തിരമാണ് എന്നാലോചിച്ച് നോക്കി. അപ്പം സിസ്റ്റർ പറഞ്ഞു ആലോചന അപ്പോഴാണ് പെട്ടെന്ന് ഓർത്ത്. അപ്പം ദൈവം മുന്നമേ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ ഒരുക്കി വെച്ചിരിക്കുന്നത് വെളിപ്പെടുമ്പോൾ അത് സ്വീകരിക്കുന്നതിലൂടെ സിസ്റ്ററെ നമ്മുടെ നന്മ നഷ്ടപ്പെടത്തില്ല. പറയണം, ഞാൻ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും, ഞാൻ എപ്പോഴും പറയില്ല, നിങ്ങൾ ഇന്ന് ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ ഒരു സൂം പ്രയറിലല്ല, ഒരു ഫോർമാലിറ്റി പ്രയർ അല്ല, വലിയൊരു അന്തരീക്ഷത്തിൻ്റെ അകത്തായിരിക്കുന്നത്, ആത്മീയ അന്തരീക്ഷത്തിന്റെ അകത്തായിരിക്കുന്നത്. അത് ഞാൻ ഒരാളോടല്ല ഞാനീ പറയുന്നത്, എല്ലാവരും കൂടെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കകത്ത് നിങ്ങൾ പോലും അറിയാത്ത രീതിയിലെ കാര്യങ്ങളെ കർത്താവ് തൊടും, തടസ്സങ്ങളെ ദൈവം മാറ്റും, അസാധാരണമായ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് തുറക്കുന്ന ഒരു തലത്തിന്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നത്. വലിയൊരു ദൈവപ്രവർത്തിക്കകത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ വലിയ പ്രതീക്ഷയോടെ വേണം ഇരിക്കണം. ഏത് സമയത്ത്, ഞാൻ എപ്പോഴും പറയത്തില്ല, ഒരൊറ്റ ആലോചന മതി. ഇപ്പൊ ആ ഷെരീഫ് എന്ന് പറഞ്ഞൊരു വ്യക്തി മുഖാന്തരം ഒരു വഴി തുറക്കുമെന്ന് ദൈവം ഇടപെട്ടു. അത് ഇന്നിവരുടെ ജീവിതത്തിൽ കാണാൻ പറ്റി. കുറച്ചു മുമ്പ് ഒരു സഹോദരി പറഞ്ഞു പാസ്പോർട്ടിന്റെ നമ്പർ വെളിപ്പെടുത്തി തമ്പുരാനൊരു യാത്രയുണ്ടെന്ന് പറഞ്ഞു. അതിന് മുമ്പ് നമ്മൾ ഇതേപോലെ തന്നെ പാസ്പോർട്ടിന്റെ നമ്പർ ആന്റിയുടെ കർത്താവ് വെളിപ്പെടുത്തിയിട്ട് ഇതുപോലെ പറയാൻ ഇടയായി തീർന്നു. ദൈവം ഇന്ന വ്യക്തി ഇന്ന പാസ്പോർട്ടുകാരിനെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. ആ സമയത്ത് ആ സഹോദരി പറഞ്ഞു യാത്രയുടെ ഒരു പ്ലാനും ആന്റിക്ക് ഇല്ലായിരുന്നു. ആ മകള് തലമുറയില്ലാതെ ഭാരപ്പെടുമായിരുന്നു. 3-4 വർഷമായിട്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ അതിന് മുമ്പ് കർത്താവ് ഒരു വാക്ക് വെളിപ്പെടുത്തി, ഒരു യാത്രയുണ്ട്, ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞു. പാസ്പോർട്ട് നമ്പർ കർത്താവ് വെളിപ്പെടുത്തി. അത് എടുത്തു വെച്ചിരിക്കുന്ന ആ സമയത്ത് തന്നെ സഹോദരി അത് കണ്ട് ആന്റി അത് പുതുക്കി കൊണ്ടുപോയി. വിശ്വാസല പാസ്പോർട്ട് പുതുക്കി. പിന്നീട് നമ്മൾ കേൾക്കാൻ ഇടയായി തീർന്ന സാക്ഷ്യം, 4-5 വർഷമായിട്ട് തലമുറ ഇല്ലാതിരുന്ന മകള് തലമുറ കൺസീവായി ആ മകൾ അടുക്കലേക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായെന്ന് ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യം നമ്മൾ എത്ര പേരാ സാക്ഷ്യം അന്ന് കേട്ടവർ ഓർമ്മയുണ്ടോ? ആന്റി പറഞ്ഞ സാക്ഷ്യം അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു പാസ്പോർട്ടിലെ നമ്പർ, അത് നമുക്കറിയാം, പാസ്പോർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിപരമാണ്, മറ്റാർക്കും അത് ഷെയർ ചെയ്തെടുക്കാൻ വഴിയില്ല. ഇനിയിപ്പം ആരെങ്കിലും കള്ളന്മാരായിട്ട് രീതിയിൽ അത് കണ്ടുപിടിച്ച് അത് പറഞ്ഞാൽ പോലും ഈ യാത്ര തുറക്കണ്ടേ. 2 കാര്യം വെളിപ്പെട്ടത്. ഞാനതൊന്നുകൂടെ പറയാം. ഞാൻ ഈ പല ആൾക്കാരും പരിഹസിക്കുന്നത് വീഡിയോസ് പലരെ പറ്റി ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ വീഡിയോ അല്ല. പല ആൾക്കാരും പരിഹസിക്കുമ്പോൾ നിങ്ങൾ അതിന് ചെവി കൊടുക്കരുതെന്ന് പറയുന്ന കാര്യം ഇതാണ്. ഞാനതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 2 കാര്യമാണ് അത് സംഭവിച്ചത്. ആ സഹോദരി ആ പാസ്പോർട്ട് നമ്പർ കർത്താവ് വെളിപ്പെടുത്തിയപ്പം അത് ഏറ്റെടുത്തു. ഒപ്പം തന്നെ പോയി പാസ്പോർട്ട് എക്സ്പയർഡ് ആയിട്ടിരിക്കുമായിരുന്നു, അത് പുതുക്കി. അപ്പം പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങാനാണ്. ഒരു കർത്താവ് നിങ്ങളൊരു യാത്രയ്ക്ക് അയക്കാൻ വേണ്ടി പോവാ. ആ സമയത്ത് മകള് ഗർഭിണിയായിട്ടില്ല. അപ്പം ഇതെല്ലാം റെഡിയാക്കണമല്ലോ. ഒരു പാസ്പോർട്ട് നമ്പർ മാത്രം കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇരുന്നുകൊണ്ട് പറയും ഇന്ന് പാസ്പോർട്ടുകാരനെ കർത്താവ് തൊടുന്നു, ഇതൊക്കെ തട്ടിപ്പാന്ന് ആൾക്കാർ പറയുമ്പം ഉദരത്തിന്റെ അകത്തൊരു കുഞ്ഞുണ്ടായത് എങ്ങനെ ആലോചിച്ച് നോക്കി. ആ ഉദരത്തിൽ കുഞ്ഞുണ്ടാകുന്നത് മാത്രമല്ല, ആ രാജ്യത്തോട്ട് മിഡിൽ ഈസ്റ്റിലേക്ക് യാത്ര പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് വേണമല്ലോ, അതിനുള്ള വിസ വേണമല്ലോ, ഇതെല്ലാം റെഡിയാകണമല്ലോ. ഇതൊക്കെ അപ്പം ആര് ചെയ്തു? അപ്പൊ ഇത് പലരും കളിയാക്കുന്ന ഒരു കാര്യം ഓർത്തോണം. പൊട്ടനെ പോലെ, പൊട്ടൻ എന്ന് പറഞ്ഞാൽ പോഷനെ പോലെ. എന്താണ് ഈ പോഷൻ എന്ന് പറഞ്ഞാൽ ലോകം മറിയുന്ന ജ്ഞാനികളുടെ പുറകെ പോകാതെ. ലോക മനുഷ്യൻ വിചാരിക്കുന്ന വലിയ ജ്ഞാനിയാണെന്ന ബൈബിളിൽ പറയുന്നു. ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ പോഷത്വമാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും ലോകപ്രകാരം പോഷന്മാരാന്നവർക്ക് തോന്നുമായിരിക്കാം. നമ്മൾ ഇതൊക്കെ എന്ത് മണ്ടന്മാരാന്ന് അവർ ചിന്തിച്ചേക്കാം. ബൈബിൾ പറയുന്നു ദൈവത്തിന്റെ ജ്ഞാനം
ലോകത്തിനത് ഭോഷത്വമാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് ആലോചന കേൾക്കുമ്പോൾ ചാടി പിടിച്ചോണം. അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ നിവൃത്തി കാണുവാൻ ഇടയായി തീരും. അത് വിശ്വാസത്താൽ, എന്ന സൗരി പറഞ്ഞില്ല, അത് മുമ്പിൽ എങ്ങനെയാണ് ആ ഷെരീഫ് ഒരു അനുഗ്രഹമായി മാറുന്നത് ചിന്തിച്ചു, മാനുഷിക തലത്തിൽ ചിന്തിച്ചു. പക്ഷെ ഇന്നൊരു മുഖാന്തിരമായ വ്യക്തിയെ കർത്താവ് ഉപയോഗിച്ചു. അങ്ങനെ കർത്താവ് ഇടപെട്ടത്. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാക്ഷിയുള്ളൊരു വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യമുണ്ട്, പറഞ്ഞു പറയട്ടെ? പറഞ്ഞു ധൈര്യമായിട്ട്. ഞാനൊരു കാര്യം, എനിക്കൊരു സ്പെഷ്യൽ ഒരു എല്ലാവരുടെയും മുൻപിൽ പറയാനുള്ളതല്ല, ഒരു വീട്ടിലെ ഒരു പ്രശ്നമാണ്. അതിന് പാസ്റ്ററിന്റെ നമ്പറാണോ ഇത്? ഇപ്പൊ ഇതിൽ ലിങ്ക് ചെയ്യുന്ന അത് പാസ്റ്ററിന്റെ നമ്പറാണോ? എനിക്ക് ഒന്ന് വിളിക്കാൻ വേണ്ടി ഞാൻ എപ്പം വിളിക്കണം? സിസ്റ്റർ, ഒരു മെസ്സേജ് എനിക്ക് ആദ്യം അയക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇരിക്കുന്ന രാജ്യം ഇന്ത്യയിലല്ല, അപ്പം ഇവിടുത്തെ സമയ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ എനിക്ക് ആദ്യം ഒരു മെസ്സേജ് അയക്കുക. അപ്പൊ ഞാനത് അതിന് ശേഷം റിപ്ലൈ അയക്കും കേട്ടോ. ഞാൻ ഈ നമ്പറിൽ വോയിസ് മെസ്സേജ് ഇട്ടതായിരുന്നു, അന്നേരം നോക്കി. ഒന്നും കൂടി ഇട്ടോ. ശരി. ഒരു തവണ ഞാൻ കണ്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് നിങ്ങളത് ഒന്ന് ടാഗ് ചെയ്ത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അയച്ചാൽ മതി മെസ്സേജ്. എന്തെങ്കിലും ഒരു ലിങ്ക്, ആ വോയിസ് റെക്കോർഡ് തന്നെ വേണം, നിർബന്ധമില്ല. എന്തെങ്കിലും ഒരു തംസപ്പോ എന്തെങ്കിലും ഒന്ന് അയച്ചാൽ മതി. കാര്യം ഇത്രയും മെസ്സേജ് വന്ന് കിടക്കുന്നതുകൊണ്ട് അത് പൊങ്ങി വരാൻ വേണ്ടിയാണ്. ഒന്ന് അയച്ചാൽ മതി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, ഇന്നലെ ബ്രദർ ഒരു 7 സെന്റ് സ്ഥലം വെറുതെ ഇങ്ങനെ കിടക്കണ ഒരു ഉപകാരപ്രദം അല്ലാണ്ടായി എന്നൊക്കെ പറഞ്ഞത് ഞങ്ങളുടെ സ്ഥലമാണ്. അത് വീട് വെക്കാൻ വേണ്ടി വാങ്ങിയിട്ട് അതിന് ഒരു നിയമപ്രശ്നമായി. അതിന്റെ വീട് വെക്കാനുള്ള പെർമിഷന് വേണ്ടി ചെന്നപ്പോ അത് മുൻപ് കണ്ടായി കിടന്നിരുന്ന സ്ഥലമായതുകൊണ്ട് അതിന്റെ പേരിൽ ഇപ്പൊ ഒരു നിയമം വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആ നമ്പറിൽ പെട്ട് കിടക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറെ വർഷമായിട്ട് വീട് വെക്കാൻ പറ്റാണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരു വിഷയമായിരുന്നു ഇത്. ആമേൻ. ഏറ്റെടുത്ത വിശ്വ കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റി ദൈവാത്മാവ് ഇടപെട്ടതാണ്. 7 സെന്റ് സ്ഥലം ഇങ്ങനെ കിടക്കുന്നതായിട്ടും ദൈവം, ഞാൻ പറഞ്ഞില്ല, എപ്പോഴും നിങ്ങൾ ഓർത്തോണം, ഒരു പ്രവചന ആലോചന വരുമ്പോൾ അതിൻ്റെ അകത്ത് ദൈവത്തിന് വലിയൊരു പ്രവൃത്തിയും കൂടെ വെളിപ്പെട്ടു അതിൻ്റെ പുറകെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ചാടി പിടിക്കുന്നുവെങ്കിൽ അതിന്റെ പുറകെ ഉള്ള നന്മയും പുറകെ വരും. സിസ്റ്റർ, അത് ഏറ്റെടുത്തോണം. കർത്താവ് അത് വെളിപ്പെടുത്തിയതാണ്. ആ സ്ഥലത്തെ പറ്റി അതിന്റെ തടസ്സമായി കിടക്കുന്ന പ്രതികൂലം യേശു മാറ്റിയിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് കർത്താവ് കാണിക്കാൻ വേണ്ടി പോകും കേട്ടോ. പ്രാർത്ഥിച്ച് വിശ്വസിച്ച് കൂട്ടായ്മയിൽ ബലപ്പെട്ട് നിൽക്കുക. ദൈവം അത് ചെയ്യും. ആമേൻ. ബ്രദറെ, കുറച്ചു മുന്നേ ഒരു പേര് ക്രോക്കോൺ അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോയ വഴിക്ക് ബസ് യാത്രയിൽ ഇങ്ങനെ ആയിരുന്നപ്പം നേരെ ബസ് പോകുന്ന വഴിക്കല്ല ഒരു കട. അപ്പം അത് തല തിരിഞ്ഞ് അങ്ങോട്ടായിരിക്കുന്നത്. പതിവില്ലാതെ ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ഇങ്ങനെ ഒരു വാക്ക് ഞാൻ കണ്ടു. അപ്പൊ ഇതേ പേരിൽ ഞാൻ നോക്കുന്ന പേഷ്യന്റ് അവര് പുതിയൊരു ഷൂ വാങ്ങിച്ച് അവിടെ ഞാൻ പേഷ്യന്റിനെ നോക്കുന്ന അവിടെ കിടക്കയുടെ അവിടെ ഇങ്ങനെ കൊണ്ടുവച്ചു. അപ്പൊ ഞാൻ എടുത്തിട്ട് നോക്കി, ഇതിപ്പം ക്രോക്കോൺ എന്നും അങ്ങനെ എന്തോ ഒരു പേരാ കണ്ടത്. പിന്നെ ഞാൻ ഇന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം വെച്ചപ്പോഴും ഇതേ പേര് കണ്ടു. ഞാൻ ഓർക്കുകയും ചെയ്തു, ഇതെന്താ, ഞാൻ ഇപ്പൊ 2-3 പ്രാവശ്യം ഇത് കണ്ടല്ലോ എന്ന്. അപ്പൊ എനിക്ക് അറിയില്ല ഇത് തന്നെയാണോ അത് ബ്രദർ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇന്ന് ഈ ഒരു പേര് എന്റെ ഉള്ളിൽ ഇങ്ങനെ ഇന്ന് രാവിലെ തൊട്ട് ഇത് തന്നെ ഞാൻ കാണുന്നു. അപ്പൊ സിസ്റ്റർ, ആ കണ്ട കാഴ്ചയിൽ ഈ പറഞ്ഞ വാക്കുമായിട്ട് കൊൺകോടെന്നുള്ള വാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഏത് വ്യക്തിയാണോ, അതായത് മനുഷ്യനെയാണോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് വ്യക്തിയുമായിട്ടാണ് അത് കണക്റ്റായി കണ്ടത്, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. അങ്ങനെ ഒരു വ്യക്തി മുഖാന്തരം നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് കർത്താവ് ഒരു ടേണിങ്ങിനെ ചെയ്യാൻ വേണ്ടി പോവാന്നാണ് എൻ്റെ അർത്ഥം. അത് ഏറ്റെടുത്ത് ഞാനും പറഞ്ഞല്ലോ, എനിക്ക് ആ വാക്ക് വന്ന സമയത്ത് ഞാനും ചിന്തിച്ച് എന്തുവാണ്. അപ്പം പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചിന്തിക്കുക, എങ്ങനെയൊക്കെയാണ് കർത്താവ് നമ്മൾ കാണുന്ന കാഴ്ചകൾ. ഞാൻ പറഞ്ഞില്ല, ഈ പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നതിനെ അതേ രീതിയിൽ തന്നെ നടന്ന സംഭവത്തെ വീണ്ടും കാണുകയും രണ്ടാമത് കർത്താവ് വെളിപ്പെടുത്തുന്നതുമായിട്ട് അതിനെ കണക്ട് ചെയ്യുന്നതാണ്. അപ്പം പലപ്പോഴും ചിന്തിക്കാറില്ല, നിങ്ങൾ പലരും കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കേട്ടു പല കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ ഇതെന്തുവാ നമ്മൾ ചിന്തിക്കുന്നത്, നമുക്കൊന്നും മനസ്സിലാകുന്നു. പക്ഷെ അത് ആ വ്യക്തിക്ക് അത്, ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ രാവിലെ മുതൽ അതുമായിട്ട് ബന്ധപ്പെട്ടത് പലതും കാണുക. അപ്പോൾ വേറെ ആർക്കും അത് മനസ്സിലായില്ല. പക്ഷേ സിസ്റ്റർ അത് ഏറ്റെടുത്തോണം. ആ വ്യക്തി, സിസ്റ്റർ ഏത് വ്യക്തിയുമായിട്ടാണ് അത് കണ്ടത്, കണക്ട് ചെയ്തത്, അത് പ്രാർത്ഥിക്കുക. ആ വ്യക്തി സിസ്റ്ററുടെ മുമ്പിലേക്ക് വരും. ആ വ്യക്തിയുമായിട്ടുള്ളത് കർത്താവ് അത് ചെയ്യുവാനിടയായിത്തീരും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പറഞ്ഞു സിസ്റ്റർ. പറഞ്ഞു സിസ്റ്റർ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ബ്രദർ 3 നമ്പർ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. എൻ്റെ
ആങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു ബ്രസ്റ്റില് ക്യാൻസർ ഉണ്ടായിരുന്നു. അത് 10 വർഷമായിട്ട് നീക്കം ചെയ്തു. അപ്പം അടുത്ത ബ്രസ്റ്റിലും ക്യാൻസർ വന്നേക്കുവാണ്. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഞായറാഴ്ച പോയിട്ട് പ്രാർത്ഥിച്ചു. അപ്പൊ രക്ഷയുടെ അനുഭവം അത് വാചകം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഞങ്ങളോട് വിഷമം പറഞ്ഞു. ഇപ്പൊ ഞാന് മിനിങ്ങാന്ന് 3 നമ്പറിൽ വിളിച്ചായിരുന്നു. അപ്പൊ ഇന്ന് അവിടെ എറണാകുളം മെഡിക്കൽ സെന്ററിൽ ഓപ്പറേഷൻ പറഞ്ഞേക്കുമായിരുന്നു. അപ്പൊ വിളിച്ചപ്പോ എനിക്ക് കിട്ടിയില്ല. ഭാഷൻ ബ്രദറിന്റെ 3 നമ്പറിലുള്ള ആരും എടുത്തില്ല ഫോണ്. അപ്പൊ പിന്നെ എനിക്ക് വല്ലാത്തൊരു ഭാരമായിരുന്നു. അപ്പൊ ഇന്നലെ അവര് വിളിച്ചിട്ട് അപ്പം 2 വർഷം മുമ്പ് എന്റെ ആങ്ങള മരിച്ചുപോയി, കോവിഡ് വന്നു. അപ്പം എന്നെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു യേശുവിൽ വന്നതുകൊണ്ട്. ഞങ്ങൾ 9 മക്കളായിരുന്നു. അപ്പൊ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി അവരുടെ കല്യാണം വയ്ക്കുന്നത് മുഴുവൻ ഞായറാഴ്ച ഹിന്ദു ആയതുകൊണ്ട്. അപ്പൊ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പോകാറില്ല. അപ്പൊ ഞാനാണ് ഒത്തിരി പ്രശ്നക്കാരി എന്ന് പറഞ്ഞിട്ട് എന്നെ തള്ളി കളഞ്ഞേക്കുമായിരുന്നു. കോവിഡ് വന്നപ്പം ആങ്ങളുടെ അടുത്ത് നിൽക്കാൻ ആരുമില്ലായിരുന്നു. ഞാനാ പോയി നിന്നത്. അപ്പം ആങ്ങള മരിച്ചു കഴിഞ്ഞ് 2ാമത്തെ ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ബാങ്കിൽ അക്കൗണ്ടിൽ 1.5 ലക്ഷം രൂപയുണ്ട്, എനിക്ക് പൈസ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് മരിച്ചു കഴിഞ്ഞാണ് ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ ഓർത്തു അതൊന്നും ശരിയല്ലല്ലോ, മരിച്ചു കഴിഞ്ഞ് കാണുന്നത് തെറ്റാണല്ലോ, നമ്മൾക്ക് അങ്ങനെ പാടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പൊ ഞാൻ പിന്നെയും ദൈവം എന്നെ ഇങ്ങനെ ഒരു സ്വപ്നം പോലെ കാണിക്കും. ആങ്ങളെ വന്ന് പറഞ്ഞ പോലെയല്ല, ഇവരുടെ കഷ്ടപ്പാട് കാണുമ്പോൾ. അപ്പൊ അന്നൊന്നും പിന്നെയും 2ാമത് ബ്രസ്റ്റിൽ മുഴ ഇല്ലായിരുന്നു, ക്യാൻസർ ഇല്ലായിരുന്നു. മീനിങ് കഴിഞ്ഞ ദിവസമാണ് കണ്ടുപിടിച്ചത്. ഇന്നലെ രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഒത്തിരി വിഷമം പറഞ്ഞു, നിങ്ങളൊന്ന് പോയി നോക്കിയ ബാങ്കില് മേശയില് അകത്ത് വലിയ ബുക്കും കിടക്കണ്ടെങ്കിൽ. ആങ്ങളെ ഒന്നും പറയാതെയാണല്ലോ മരിച്ചത്. അപ്പം ഒത്തിരി സ്ഥലത്ത് ഇങ്ങനെ അക്കൗണ്ട് കൂടിയിട്ടുണ്ട്. 2 പെൺമക്കൾ, അവർ 2 ടീച്ചർമാരും അവർക്ക് കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പം നിങ്ങളൊന്ന് ചെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ മിനിങ്ങാന്ന് ചെന്നപ്പോഴത്തേക്കും 1.5 ലക്ഷം രൂപ അവിടെ കിടക്കണ്ടായിരുന്നു പറയാം. ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ആ പൈസ എടുത്തോണ്ട്, ആന്റി പറഞ്ഞ പോലെ ആ പൈസ എടുത്തോണ്ടാണ് ഇന്ന് മെഡിക്കൽ ട്രസ്റ്റിൽ പോവുകയാണ് ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്തിട്ടില്ല, ഇന്ന് ഡോക്ടറെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പൊ അതൊരു വലിയൊരു സാക്ഷ്യമായിട്ട് എനിക്ക് പൈസ കൊടുക്കാൻ എനിക്ക് സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടായിരുന്നു ഞാൻ ബ്രദറിനോട് ആ ഗ്രൂപ്പിലൊന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിക്കാൻ ഞാൻ 3 പേരെ മാറി മാറി ഒത്തിരി വിളിച്ചായിരുന്നു. അപ്പൊ എടുത്തുമില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു ബ്രദറെ. അതിനിപ്പോ ആ ഓപ്പറേഷൻ നടക്കരുത്. എന്നാന്ന് അവര് ബ്രസ്റ്റില് ഇപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചാല് എനിക്കത് മാറും. എന്റെ ചേച്ചിയുടെ ക്യാൻസർ മാറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ. അത് പിന്നീട് അത് പൂർണ്ണമായിട്ട് മാറി എന്ന് പറഞ്ഞു. അപ്പൊ ഈ നാത്തൂന് അത് ഭയങ്കര വിശ്വാസം വന്നേക്കുവാ. ആദ്യമൊന്നും വിശ്വാസം ഇല്ലായിരുന്നു. ഇപ്പൊ അത് എന്റെ ചേച്ചിയുടെ മാറിയത് കൊണ്ട് എന്റെ നാത്തൂൻ പറയണത് ഞാൻ പ്രാർത്ഥിച്ചാൽ അത് മാറുമെന്നും പറഞ്ഞാണ്ടായിരിക്കുന്നത്, ഓപ്പറേഷൻ കൂടാതെ. ദൈവം എന്താ ആഗ്രഹിക്കുന്ന ഹലോ, പ്രൈസിലൂടെ ബ്രദറെ, ഞങ്ങൾക്കൊരു ഹലോ സാക്ഷി. ബ്രദറെ, ഹലോ, ഹലോ ബ്രദറെ, ഒരു സാക്ഷ്യം പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം മമ്മി വീട് വെച്ച കാര്യങ്ങൾ ഒരു സാക്ഷ്യം പറഞ്ഞു. അതിന്റെ കയറിത്താമസം ഭംഗിയായി ദൈവം നടത്തി തന്നു. ദൈവകൃപയാൽ എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തന്നു. ബ്രദറെ, പ്രൈസിലൂടെ ഞങ്ങൾക്കൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു പറയാം. ഞങ്ങൾക്ക് 2-3 ആഴ്ചയായിട്ട് ഹോസ്പിറ്റലിൽ മാറി ഞങ്ങൾ അഡ്മിറ്റ് ആയിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പം ഞങ്ങൾക്ക് കുറവായി. വീട്ടിൽ വരാൻ
ദൈവം സമ്മതിച്ചു. നന്ദി പറയുന്ന